വിയർപ്പ് തുന്നിയിട്ട കുപ്പായം അതിൽ നിറങ്ങൾ മാറുകില്ല കട്ടായം. മക്കളെ 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 കുറച്ചങ്ങനെയാ. മക്കളെ നിങ്ങൾ ഡ്രഗ്സ് അടിക്കരുത് മക്കളെ. പക്ഷെ പറഞ്ഞത് തെറ്റുന്നില്ലല്ലോ. അവൻ പറഞ്ഞത് സിന്തറ്റിക് ഡ്രഗ്സ് അടിക്കരുതെന്നാണ്. അതാ അവൻ പറഞ്ഞിട്ടുള്ളൂ. കഞ്ചാവ് അടിക്കരുത് അവൻ പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, അവൻ അടിച്ചെന്നും പറഞ്ഞല്ലോ. അവനങ്ങ് അറസ്റ്റ്. കഞ്ചാവ് അടിച്ചതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും അവൻ നല്ലപോലെ അറിയാം. അതിനുള്ള ബോധമൊക്കെ ഉള്ളവനാ. ഒന്നുമില്ലെങ്കിൽ അവൻ മറ്റേ പാട്ട് എഴുതുന്നവനാ, ക്രിയേറ്റീവാ, പണി അറിയാവുന്നവനാ. പണിയൊക്കെ അറിയാം. അതെല്ലാം അവൻ അറിയാം അതിന്റെ കാര്യങ്ങൾ. ഇപ്പൊ ഇന്ത്യയിൽ എവിടെല്ലാം അവൻ യാത്ര ചെയ്ത് കാണും. അതെ, എവിടെയൊക്കെ ചെന്ന ലോകത്ത് എവിടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടോ അവിടെ എല്ലാം ചെന്ന് അടിച്ചിട്ടുണ്ടല്ലോ. പിന്നെ കഞ്ചാവ് ലീഗലായിട്ട് ഇരിക്കുന്ന ഒരു രാജ്യവും കഞ്ചാവ് ഇല്ലീഗലായിട്ട് ഇരിക്കുന്ന രാജ്യവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒന്ന് ഡെവലപ്ഡ് കൺട്രി, ഒന്ന് അണ്ടർ ഡെവലപ്ഡ് കൺട്രി എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഡെവലപ്ഡ് കൺട്രീസിന് ഇല്ലാത്തൊരു കുഴപ്പം ഇവിടുത്തെ ഈ ഡെവലപ്മെന്റും ഇല്ല. ഈ നശിച്ച രാജ്യത്തുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആരുടെ കുഴപ്പം? അത് അടിക്കുന്നവരുടെ കുഴപ്പമാണോ? അങ്ങനെ ഒരു നിയമം ഇവിടെ ഉണ്ടെന്ന് പറയുന്നതേ, ആ നിയമം പ്രാക്ടിക്കലി നടക്കുന്ന കാര്യം പോലും അല്ല. ഇപ്പൊ ഇന്ത്യയില് ഈ മതത്തിനകത്തൂടെ കഞ്ചാവ് കയറ്റി വലിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇവരെല്ലാരും കൂടി വട്ടം കൂടി ഇരുന്ന് മറ്റേ കുംഭ് മേളയില് സുരേഷ് ഗോപി പറഞ്ഞ പോലെ കുംഭ് മേള അവിടെ പോയി തുണിയില്ലാതെ കഞ്ചാവ് വലിച്ച് നടന്ന ഒരു കുഴപ്പമില്ല. ആരും ചോദിക്കാനും ഇല്ല, പറയാനും ഇല്ല. ആർക്കും പോലീസിന് അത് പ്രശ്നമല്ല. ഈ രാജ്യത്ത് ആർക്കും അത് പ്രശ്നമല്ല. പഞ്ചാബിൽ പോയ പ്രശ്നമല്ല, കാശ്മീർ പോയ പ്രശ്നമില്ല, ആസാമിൽ പോയ പ്രശ്നമില്ല, ആന്ധ്രയിൽ പോയാൽ പ്രശ്നമില്ല, ഇവിടെ ബോംബെ പോയാലും പ്രശ്നമില്ല, കൽക്കട്ട പോയാലും പ്രശ്നമില്ല. ഇവിടെ ഇത് ഭയങ്കര പ്രശ്നമാണ്. ഇവിടെ ഇത് ടാബു ആണല്ലോ. അങ്ങനെ ഒരു സാധനം കൂടി ഉണ്ട്. പണ്ട് മുതലേ മലയാള സിനിമയിൽ ഈ സാധനത്തിന് ഭയങ്കര ഐറ്റമായിട്ട് കാണിച്ചിട്ടുള്ളതുകൊണ്ടേ കഞ്ചാവ് 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 എന്ന് പറഞ്ഞ എന്തോ കഞ്ചാവാ. ഒരു വേറെ സിനിമകൾ താൻ തമിഴ് സിനിമ, തെലുങ്ക് സിനിമ അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമയിൽ ഈ കഞ്ചാവ് എന്ന് പറഞ്ഞൊരു സാധനം ഇറങ്ങുന്നുണ്ട്. ഇവിടെയാണ് ഇടുക്കി ഗോൾഡ്, മറ്റേത് മറിച്ച് സിനിമയ്ക്കകത്തല്ല ഇത്. മനസ്സിലായോ? ഒരാവശ്യമില്ലാതെ ഇത് ചെയ്തിട്ടുണ്ട്. എന്താ ഈ വലിക്കാരെ, ഈ വലിക്കുന്നവന്മാർക്ക് ഇത് ഒരു കാലഘട്ടം മുമ്പ് വരെയൊക്കെ വലിക്കുന്നവന്മാര് വെറുതെ വലിച്ചിട്ട് മിണ്ടാകും. ഈ മൈരന്മാര് കുറെ മൈര് പിള്ളേര് ഇറങ്ങിയിട്ടേ ഇത് ഏതാണ്ട് വലിയ പരിപാടി. എനിക്കറിയാം, ഞാൻ അടിച്ച സമയത്തൊന്നും ഇതൊന്നും വലിയ ആരും പറഞ്ഞു നടക്കത്തില്ല. നമ്മൾ അടിച്ച് ഞാൻ അടിക്കുന്ന സമയത്ത് ഇത് അടിക്കുന്നത് ഭയങ്കര രഹസ്യ സ്വഭാവം, ഒരു നാണക്കേടും ഉണ്ട് ഇതിനകത്ത്. പുറത്തു പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പുറത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വട്ടാന്ന് കൂടി പറയാം. അതുകൊണ്ട് ഇത് വലിക്കുന്നു എന്നുള്ളത് പുറത്തു പറയാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ വലിച്ചിട്ടുള്ള ആൾക്കാരാണ്. അത് ഇതൊന്നും അല്ല, അത് നല്ല കഞ്ചാവ് അല്ല. കഞ്ചാവ് ഇത് അതൊന്നും അല്ല ഇപ്പൊ കിട്ടുന്നത്. ഇത് വേറെ ഇത് വേറെ താണ്ടാണ്. സാധനം അടിക്കായിരുന്ന ഓരോരുത്തർക്കും കൊള്ളാം. കാരണം അത്രയും മണ്ടത്തരം ആരും ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. കഷ്ടമുണ്ട് പാവങ്ങൾ. ഈ പാവങ്ങൾക്ക് നല്ല കഞ്ചാവ് എല്ലാം കൊടുത്ത് അവര് വലിച്ച് എവിടെ ഇരുന്നേ. ഇത് ഉള്ള എവിടെ നിന്നൊക്കെയോ വരുന്നതൊക്കെ സാധനം മേടിച്ച് പിള്ളേർ അടിച്ചിട്ട് നശിച്ചു പോയി. എല്ലാം കഴിഞ്ഞപ്പോ വന്നേക്കാം പോലീസുകാർ ഈ അടിക്കുന്നവരെ പിടിക്കാൻ. എന്തൊരു നാണക്കേടാന്ന് നോക്കണം. ഈ കാണാവുന്ന കഞ്ചാവ് ഇവിടുത്തെ ഈ തോട്ടം എവിടാന്നറിയോ? ആ തോട്ടത്തിലോട്ട് കയറി അതൊക്കെ നശിപ്പിക്കാൻ ആ പ്രശ്നം അങ്ങ് തീരുന്നുണ്ട്. ഇവിടെ ഉണ്ടാകുന്ന തോട്ടമൊക്കെ കുറെ പേര് നശിപ്പിച്ചിടും. ഉള്ള നല്ലതൊക്കെ നശിപ്പിച്ചെത്തും. ഇവരുടെ പന്ന സാധനം വരുന്ന അത് തടയാൻ. എനിക്ക് തോന്നുന്നു കേരളം ഒരു മറ്റേ ഈ കൺസ്യൂമർ സ്റ്റേറ്റ് ആയതുകൊണ്ടാണെന്ന് അറിയില്ല. ഇവിടെ പ്രൊഡക്ഷൻ സമ്മതിക്കില്ലെന്ന് സമ്മതിക്കത്തില്ല. ഒരു സാധനം ഇവിടെ ഉണ്ടാക്കി തിന്നാൻ സമ്മതിക്കില്ല. എല്ലാം അവിടുന്ന് വന്നം വേറെ എവിടെ എന്നാലാണ് അതിന്റെ കമ്മീഷൻ പറ്റാൻ പറ്റുള്ളൂ. അതുകൊണ്ടായിരിക്കുള്ളൂ. അതാ കാര്യം. ഇവിടെയൊക്കെ നട്ടു വളർത്തിയാൽ അതിന് ഇവിടെ ഉള്ളവരെ പിടിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? മറ്റേ നമുക്ക് കടത്തിക്കൊണ്ട് വരുന്നതിന്റെ കാശ് വേറെ പല രീതിയിൽ കാശ് ഉണ്ടാക്കാൻ പറ്റും. പോലീസുകാർക്ക് കിട്ടും, മന്ത്രിമാർക്ക് കിട്ടും, മറ്റുള്ള വല്ല ഉദ്യോഗസ്ഥരുണ്ട് അവർക്കും കിട്ടും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇവിടെ അങ്ങ് ഇല്ലാണ്ടാക്കിയിട്ട് പുറത്തുനിന്ന് വരുത്തുന്നത്. പുറത്തുനിന്ന് വരുന്നതിന് നമുക്ക് കണ്ണടയ്ക്കാൻ പറ്റും. അകത്തിരിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. ഈ പരിപാടി ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുറച്ചു കാലം കഴിയുമ്പോഴേ ആൾക്കാർ അല്ലെങ്കിൽ തന്നെ ഈ നാട് വിട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നൊക്കെ ആൾക്കാർ വിട്ട് പോകും. ഇവിടെ നിൽക്കാൻ ആർക്കും താല്പര്യമില്ല. ഭരിക്കാൻ മനുഷ്യരുണ്ടാവില്ല, ഗവൺമെന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഗവൺമെന്റ് ഉണ്ടാകുന്ന കാര്യമില്ല. ഇവിടെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരില്ലേ മൊത്തം. ഒന്നിനും ഒരു പണിയും ചെയ്യാൻ അറിയത്തില്ല. എല്ലാം പെശല് ഇവിടെ ഉണ്ട്. ബാക്കി കൊള്ളാതെല്ലാം പുറത്തു പോയി. ഈ പെശലുകളെല്ലാം വീണ്ടും പിള്ളേരെ ഉണ്ടാക്കുന്നു. അവരെന്ത് നാലെണ്ണത്തിനേക്ക് ഉണ്ടായിക്കളെ ഈ പെശലുകൾ. എന്നിട്ട് എന്ത് ചെയ്യും? ആ 4 പൊട്ടന്മാരുടെ പിന്നെ അടുത്ത മണ്ഡലം തുടങ്ങും. അങ്ങനെ ജനാധിപത്യമായി. പിന്നെ ആ ഭൂരിപക്ഷത്തിന്റെ വോട്ട് മേടിച്ച് ഒരു തിരുമണ്ടം കയറി എവിടെ ഇരിക്കും. മനസ്സിലായോ? എന്നിട്ട് ആ മണ്ടം കിടന്ന് മണ്ടത്തരം കാണിക്കും. അതിവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ബോധമുള്ളവരാണ് ഈ കേരളം ഇന്ത്യയൊക്കെ ഭരിക്കുന്നത്. മന്ത്രിമാരെ എടുത്ത് നോക്ക്, എന്താ വിദ്യാഭ്യാസ യോഗ്യത? എന്തെങ്കിലും കാര്യം പറയാൻ അറിയോ, ചെയ്യാൻ അറിയോ? പൊട്ടന്മാർ, ലോകത്ത് ഇത്രയും പൊട്ടന്മാരെ ഞാൻ കണ്ടിട്ടില്ല. ഇതൊക്കെ ഇങ്ങനെ നടന്നോളുമല്ലോ. അവരെന്തോ ചെയ്യുന്നു? എന്ത് ഇത്ര വലിയ കാര്യം ഇരിക്കുന്നത്? വല്ലവരുടെയും കാശ് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് പാലം വേണ്ടതെന്നും ഓരോ കോൺട്രാക്ട് കൊടുത്തെന്നും പറഞ്ഞാൽ കഴിവാണ്. എന്നിട്ടോ പാലമൊക്കെ ഇടിഞ്ഞ് വീഴുക. മൊത്തം അഴിമതി. റോഡ് കിടക്കുന്ന കിടപ്പ് കണ്ടോ?
അപ്പൊ പാലാരിവട്ടം പാലം പൊളിഞ്ഞ സമയത്ത് കോൺഗ്രസിനോട് ചോദിക്കണം നിങ്ങൾ പാലം പണിത് പൊളിഞ്ഞില്ലെന്ന് ചോദിച്ചു ഇപ്പൊ ഇവര് തിരിച്ചു ചോദിക്കുന്നത് നിങ്ങളപ്പോ അവിടെ പണിതപ്പോ അത് പൊളിഞ്ഞതെന്നൊക്കെയാണ്. ഇങ്ങനത്തെ ഐറ്റമാണ് ഇവിടെ. അത് ചാനൽ ചർച്ചയിൽ വന്നിരുന്നവരെ പറയുന്നതാണോ ഇല്ലാതെ മനസ്സിലാവണ്ടോ? അതായത് നിങ്ങൾ പണിത പാലം പൊളിഞ്ഞു എന്ന് പറയുമ്പോൾ അപ്പൊ നിങ്ങൾ കൊലപാതകത്തിന്റെ കാര്യം അവർ അവിടെ കൊന്ന ഇവിടെ കൊന്ന ലിസ്റ്റ് എടുത്ത് നിങ്ങളല്ലെന്ന് പറയും. ഇത് പറഞ്ഞോണ്ടിരിക്കുക എല്ലാം ഇങ്ങനെയാണ്. ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാലേ പ്രത്യാരോപണം വരിക. എന്താണെങ്കിലും അങ്ങനെയാണ്. എന്ത് പരിപാടിക്കാണ് ലിസ്റ്റ് എടുത്ത് പറയും. അച്ചടി ഭാഷ പറയുന്നത് അവിടെ ഇന്ന രക്തസാക്ഷി പഞ്ചായത്ത് ഹൗസ് നമ്പർ എല്ലാം പറയും. ലിസ്റ്റിംഗ് തരും. പഴയ ഡിവൈഎഫ്ഐക്കാരനാണല്ലോ, അപ്പൊ എല്ലാ ഹിസ്റ്ററി കയ്യിലുണ്ടാവും. അതെ. അവരിപ്പുറത്തുനിന്ന് അങ്ങോട്ട് പറയും നിങ്ങൾ അവിടെ കൊന്നു ഇവിടെ കൊന്നു ഇത്ര പേര് കൊന്നു. അപ്പൊ ഞങ്ങൾ ഇപ്പൊ നമ്മളെ കേൾക്കുമല്ലോ ശരി എന്നാ കൈ കൊടുത്ത് വരികയായിരുന്നു. അവരങ്ങ് പോകും. മറ്റവന്മാര് വീണ്ടും തല്ലി ചാവുകയെന്ന്. ഇപ്പൊ അങ്ങനെയുള്ളവന്മാരില്ല കേട്ടോ. ഈ രാഷ്ട്രീയ കുറഞ്ഞിട്ടുണ്ട്. കാരണം അത്രയും അതൊരു മണ്ടത്തരമാണ്. ഇപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞത് നന്നായി. അമേരിക്കയിലും ഉണ്ടോ രാഷ്ട്രീയം, പക്ഷെ അവിടെ ആരോടോ തമ്മിൽ തല്ലി ചാവുന്നത്. അവിടെ ഉള്ളത്ര രാഷ്ട്രീയം ഇന്ത്യയിലുണ്ടോ? ഈ കേരളത്തിലുണ്ടോ? അതും ഈ വെട്ടിയൊക്കെ മനസ്സിലാവുണ്ട്. ഒരു കൊലപാതകം എന്ന് പറഞ്ഞാൽ കൊല്ലുന്നതിനകത്തൊരു മര്യാദ ഇല്ല. ഒരാളെ കൊല്ലാന്ന് പറഞ്ഞപ്പോ ഒരു തോക്കെടുത്ത് ഒരാളെ വെടിവെച്ച് കൊന്നു. ഓക്കെ, അയാള് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ പരിപാടി തീരും. എന്ന് പറഞ്ഞ് പരിപാടി തീരും. ഇതല്ല. 58 വെട്ടൊക്കെ വെട്ടുക എന്ന് പറഞ്ഞാൽ ഒരാളെ ഇട്ടങ്ങ് വെട്ടി മരിക്കുന്നവരെ വെട്ടുക എന്ന് പറഞ്ഞാൽ എന്തൊരു അതുകൊണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് പറയണേ മനുഷ്യർക്ക് വേണ്ടി നിൽക്കുകയാണ്. പ്രശ്നമുണ്ട്. ഇത് ആർക്കെതിരെയാ സമരം ചെയ്യുന്നത്? ആരെയാ കൊല്ലുന്നത്? ഈ ഇട്ടവട്ടത്തിൽ കിടന്ന് രണ്ട് കൂട്ടര് അപ്പുറത്ത് ഒരു കണ്ടത്തിന് അപ്പുറത്തുള്ളവർ തമ്മിൽ അടി. അല്ല, അതിനകത്ത് വേറെ പ്രശ്നം കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ കേരളം ഭരിക്കുമ്പോഴാണ് മറ്റൊരു കമ്മ്യൂണിസ്റ്റിനെ കൊല്ലുന്നത്. മനസ്സിലാവണ്ടോ? അതാണ് അതിനകത്ത് വേറൊരു രസം. അല്ല, ഇതൊക്കെ എന്താണല്ലോ ഇങ്ങനെയൊക്കെ ആയിരുന്നു കഴിഞ്ഞു. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഇത് ഉണ്ടല്ലോ, ഇതാണ് ഹെഡ്. ഇവിടുന്ന് ഇങ്ങനെ വരുന്നു. ഇത് ഡ്രഗ് ഉണ്ടാകുന്ന സ്ഥലം. ഏറ്റവും വലിയ പുള്ളി അവൻ്റെ കയ്യിലാണ് ഈ കോടികൾ എത്തുന്നത്. അല്ല വേണ്ട, ഇവിടെ ഒരു 5 പേരുണ്ടെന്ന് വിചാരിക്കുക. ലാബ്, തോട്ടമൊക്കെ ഉള്ള ആൾക്കാർ. അവർ ചില്ലറക്കാരായിരിക്കത്തില്ല. വലിയ തോട്ടം മെയിൻറ്റെയിൻ ചെയ്യുന്ന വലിയ പണിയാടും. എന്തോരം കഞ്ചാവ് വരുന്നത്. ആ തോട്ടമൊക്കെ ഒരുത്തിന് കസ്റ്റഡിയിലുണ്ടെന്ന് പറഞ്ഞാൽ അവൻ ആരായിരിക്കും എന്ന് വിചാരിച്ചാൽ അവിടെ നീ സാധനം പുറത്തോട്ട് ഇറങ്ങുന്നു. വലിയ ലോറി കണക്കിന് ചാക്കി കെട്ടി, കണ്ടെയ്നർ പിന്നെ വേറെ ഈ ചാക്കി കെട്ടി ലോറി കണക്കിന് താഴത്തിലാന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വരും അവിടെ. അവർ ഭയങ്കര ഇടിക്കാരൊക്കെ ആയിരിക്കും. പോലീസിനൊന്നും അവർക്ക് പേടിയൊന്നുമില്ല. പുല്ല് വില പട്ടി വില അടിച്ച് ഓടിക്കും അങ്ങോട്ട്. ഒറ്റ അടി കൊടുക്കും പോലീസുകാരനുണ്ട്. അപ്പൊ തന്നെ മൂത്രം ഒഴിക്കും. അപ്പൊ അങ്ങനെ അങ്ങോട്ട് ചെല്ലും. കണ്ടിട്ടില്ല ഇടിക്കുന്നു. എന്നെ ഇടി ഇടിക്കുന്നു. പുഷ്പൊക്കെ ഇടിക്കുന്നു. ഇടി കാണുന്നു. മോല കാണത്തിന് ചുമ്മാ ചന്ദന കണ്ടിട്ട് ഈ കഴിഞ്ഞ ദിവസം പോലീസുകാർ ഇടിച്ച് തൂറി. എനിക്ക് മോഹൻലാലൊക്കെ ഇടിക്കുമെന്ന് വിചാരിച്ചാണ് പോലീസുകാർ കൂടുതൽ പണിക്കൊക്കെ കണ്ട് വിശ്വസിക്കുമായിരിക്കും. അപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങി ഇവിടെ വരുന്നു. എന്നിട്ട് അത് ഒരു വേറൊരു ഹോൾസെയിൽ ഡീലറുടെ എത്തുന്നു. ഈ സാധാരണ പ്രോഡക്ട്സ് ഒക്കെ വരുന്ന പോലെ കമ്പനിയിൽ നിന്ന് ഇറങ്ങുന്നു, ഹോൾസെയിൽ ഡീലർ എത്തുന്നു, ഹോൾസെയിൽ നിന്ന് റീറ്റെയിലേക്ക് പോകുന്നു. അവസാനം ഈ വഴിയോര കച്ചവടക്കാരുടെ എത്തും. ഇത് ഏറ്റവും ചെറിയ പെഡ്ലേഴ്സ്, അവരെ എല്ലാം പോലീസ് തെരഞ്ഞങ്ങ് പിടിക്കുന്നു. അത് എപ്പോഴാണ് പിടിക്കുന്ന അറിയോ? 10 വർഷങ്ങൾക്ക് ശേഷം. ഇത് 10 വർഷമായിട്ട് ഇവിടെ നടന്നുകൊണ്ടേയിരിക്കുന്ന ഒരു കച്ചവടമാണ്. കോടികൾ ഇവരുടെ കൈ കിട്ടി. പിന്നെ ഇതിനിടെ നിന്ന് ഇത്രയും സാധനം പാസ്സാകുന്നിടത്തെല്ലാം പോലീസിനും എക്സൈസിനും അതുപോലെ തന്നെ മന്ത്രിമാർക്കും ഇവിടെയുള്ള മറ്റെന്തെങ്കിലും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുണ്ട് അവർക്കും ആവശ്യത്തിന് കൈക്കൂലി കൊടുക്കാതെ ഈ പരിപാടി നടക്കത്തില്ല. അങ്ങനെ ഉണ്ടാകുന്നതിൽ അന്നേ ഈ സാധനം ഇതുപോലെ അവർ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇത്രയും വർഷം അടിച്ചിട്ട് ഇവിടെ തന്തയുടെ തലയിൽ പൊട്ടിക്കത്തില്ലാന്നു, ഇത്രയും പേരുടെ വീട്ടിൽ കയറുമ്പോൾ MDMA കിട്ടത്തുമില്ല. ഇതൊരു ദിവസം സുപ്രഭാതത്തിൽ ഇങ്ങനെ പെട്ടെന്നുണ്ടായ സാധനമല്ലെന്ന് ഇവിടെയുള്ള അടിക്കാർക്ക് എല്ലാവർക്കും അറിയാം, എനിക്കറിയാം, നിങ്ങൾക്ക് കേട്ടുകൊണ്ടിരിക്കുന്നവർ പലർക്കും അറിയാം. ഇത് എത്ര വർഷമായിട്ട് MDMA എന്ന് കേൾക്കുന്നുണ്ടെന്ന് അറിയാം. 10 വർഷമായി മിനിമം ഈ MDMA കേൾക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ. എന്നിട്ട് ആരാ പിടിച്ചത്? അപ്പൊ ഇതെല്ലാം ഇങ്ങനെ വന്ന് ഇവിടെ എല്ലാം നിറഞ്ഞ് ഈ പാവപ്പെട്ട മനുഷ്യർ മുഴുവൻ അടിമകളായെന്ന് ഉറപ്പ് വന്നപ്പോ, അതായത് ഒരു 5 വർഷമൊക്കെ തുടരെ അടിച്ചു കഴിഞ്ഞുള്ള അവസ്ഥ ഓർത്തു. തുടരെ അടിക്കുന്ന വല്ലപ്പോഴും അടിച്ചാൽ തന്നെയുള്ള അവസ്ഥ ഓർത്തു. അതുവരെ അവഗണിച്ചിട്ട് അവസാനം ഇതെല്ലാം കഴിഞ്ഞ് ഇവിടെ കൊലപാതകത്തിലെത്തി നിൽക്കുന്നു, മറ്റിടത്തായി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇത് ആരുമായിട്ടുള്ള തെറ്റിലാണെന്ന് എനിക്കറിയത്തില്ല. ഈ പറഞ്ഞ പോലെ ബാറുകൾ ആയിട്ട് ഉടക്കിയതുപോലെ ഈ ഡ്രഗ് മാഫിയ ആയിട്ട് എവിടെയോ ഒരു ഉടക്കം നടന്നിട്ടുണ്ടെന്നൊരു ഡൗട്ടുണ്ട്. അതോടെ ഇതേണ്ട ഇവിടെ കിടന്നുകൊണ്ട് പിടുത്തം തുടങ്ങി. ഇങ്ങറ്റത്ത് ഇതുകൊണ്ട് ഇവിടെ പാവപ്പെട്ട ആൾക്കാർ കയ്യിലൊരു 10,000 രൂപ എടുക്കാൻ ഇല്ലാത്തവനൊക്കെ തേണ്ട ഇങ്ങനെ വിലങ്ങും വെച്ചിട്ട് ജീപ്പിന്റെ മണ്ടയ്ക്ക് കുറേ പേപ്പറിനകത്ത് പൊതിഞ്ഞുകൊണ്ട് വന്നേക്കുന്ന കഞ്ചാവും തൊലിച്ച് വെച്ചിട്ട് അവനെ വീഡിയോ എടുത്ത് നാട്ടിച്ചിട്ട് വലിയ കഞ്ചാവേട്ട നടത്തിയെന്ന് പറഞ്ഞ് പ്രഹസന നാടകം നടത്തി മീഡിയയിലൊക്കെ കിടന്ന് എന്തൊക്കെ കാണിച്ച് കുറേ പേരൊക്കെ കേസിൽ കുടുക്കി കഴിഞ്ഞപ്പോൾ ആർക്കാ പൈസ നഷ്ടമെന്ന് വെച്ചാൽ ഈ പാവപ്പെട്ടവന്മാരായ 10,000 രൂപ എടുക്കാൻ ഇല്ലാത്തവൻ എവിടെ നിന്നോ കടം മേടിച്ചിട്ട് 20,000 രൂപ കഞ്ചാവ് മേടിച്ചുകൊണ്ട് വന്നവന് കാശും പോയി മാനവും പോയി അവൻ്റെ ജീവിതവും തകർന്ന് അവൻ ജയിലിലും കിടക്കും.
അതേസമയം ഇതിന്റെ മണ്ടയ്ക്കോട്ടുള്ള ഒറ്റ ഒരു കിടക്കത്തില്ല. ഇവിടെ ഇരിക്കുന്നവനുണ്ട്, ഞാൻ പറഞ്ഞ മറ്റേ തോട്ടം സ്വന്തമായിട്ടുള്ളവൻ, അവൻ ഇവിടെ ഇനി ഇതുപോലത്തെ 1000 കണക്കിന് ആൾക്കാർ റിക്രൂട്ട് ചെയ്യാൻ അങ്ങനെ ഒരാളെ പറ്റി ആരെങ്കിലും സംസാരിക്കുന്ന കേട്ടിട്ടുണ്ട്? ഏതെങ്കിലും മീഡിയ സംസാരിക്കുന്ന കേട്ടിട്ടുണ്ടോ? ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്? ഇത് എവിടെ നിന്നാണ് വരുന്നതെന്ന് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്? ഇതിന് ലാബ് ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിയോ? ഇത്തിരി തെണ്ടിത്തരം കാണിച്ച് ആരെയും പറ്റിക്കുന്നത്? ഇത്രയും മേളിൽ ഇരിക്കുന്നുണ്ട് ആൾക്കാർ, ആരുമില്ല. അങ്ങനൊന്നും ഇല്ല. ഈ കണ്ടവനാണോ കഞ്ചാവ് മൊത്തം ഉണ്ടാക്കുന്നത്? എങ്ങനെ വളർത്തും അവനത്? ഇപ്പൊ രസം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ മക്കളെ ആണല്ലോ ഇപ്പൊ മറ്റേ വേടന്റെ യൂസറാ, ഉപയോഗിക്കുന്ന ആളാ, ഉപയോഗിക്കുന്ന ഒരാളെ ഇതെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് ഉപയോഗിച്ചെടുത്തു. ഉപയോഗിക്കുന്ന ആളെ പൊക്കിയിട്ട് ഉപയോഗിക്കുന്ന ആളുടെ വീട്ടിൽ ചെന്ന് അവന്റെ വീടിനകത്ത് കയറി മറ്റേ ചവിട്ടിപ്പൊളിച്ചുണ്ടാവോ അറിയില്ല, ചവിട്ടിപ്പൊളിച്ചാ കയറേണ്ട ശരിക്കും കയറി അതിനകത്ത് കയറി എന്തോ 5 ഗ്രാമോ 6 ഗ്രാമോ അങ്ങാണ്ട് കഞ്ചാവ് കിട്ടുന്നു. അവൻ ഉപയോഗിക്കുന്ന ആളാ, അവനൊരു എന്താ പറയാ കഞ്ചാവ് കൊല്ലുന്നില്ല, പീഡിപ്പിക്കുന്നില്ല. ഇവിടെ മറ്റേ പീഡനക്കേസല്ലേ ഇവനെതിരെ വന്നേക്കുന്നത്? എന്തെങ്കിലും ഉണ്ടോ? ഒരെണ്ണം ഉണ്ടാന്ന് പണ്ട് അത് ആരോപണം വന്ന ആരോപണങ്ങൾ ആർക്കെതിരെ ശരിയാ. ഇത് പോലീസ് കുറ്റക്കാരനായിട്ടൊന്നും കണ്ടില്ല, ലുക്കൗട്ട് നോട്ടീസ് ഉണ്ടാക്കിയിട്ട് കാണാതെ പിടിക്കാതിരിക്കാൻ പറ്റിയിട്ടില്ല. ഇവൻ എന്നിട്ട് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ഇവൻ കഞ്ചാവ് എന്നിട്ട് ഇവൻ നല്ല പാട്ടുണ്ടാക്കുന്നുണ്ട്, പാട്ടുണ്ടാക്കി ആളുകളെ എന്റർടൈൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഫോട്ടോ അവിടെ ഇരുന്നുകൊണ്ട് അവൻ പറയുന്നുണ്ട് സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കരുത് മക്കളെ എന്ന് പറയുന്നുണ്ട്. അവൻ അവന്റെ ഓഡിയൻസിനോട് അത് പറയുന്നുണ്ട്. അത്രയൊക്കെ പോരെ? എന്നിട്ട് അവനെ പിടിച്ചങ്ങ് കഞ്ചാവ് കേസ് പ്രതിയാക്കി നിങ്ങൾ അവനെ മോശക്കാരനായിട്ട് ചിത്രീകരിക്കുമ്പോ നിങ്ങൾ എന്താ ഈ മറ്റത് ഉപയോഗിക്കാൻ എന്താണ് ഇത് ചെയ്യുന്നില്ലെന്നാണോ? ഇപ്പൊ സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ ഇനി അറസ്റ്റ് ചെയ്തത്? ആര് കണ്ട് പറയാൻ പറ്റില്ല, മറ്റൊന്നും വിളി വന്നിട്ടുണ്ടാവും ചിലപ്പോ. അവനൊന്ന് കഞ്ചാവിനെ കുറിച്ച് ഇവനൊന്നും പറയുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം സിന്തറ്റിക് ഡ്രഗ്സ് ഉപേക്ഷിച്ചിട്ട് കഞ്ചാവൊക്കെ വലിച്ചോന്നാണ് അവൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ കച്ചവടത്തിൽ ബാധിക്കില്ലേ? സഹായിക്കുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ ചിലപ്പോ സിന്തറ്റിക് ഡ്രഗ്സ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരും പോലീസും സംവിധാനങ്ങളും എല്ലാം കൂടി ചേർന്ന് അവരൊന്നാണല്ലോ പരിപാടി നടക്കില്ലല്ലോ. ഇവിടെ വരുന്നത് അപ്പൊ അതുകൊണ്ടായിരിക്കും സംഭവിച്ചത്. ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്താണെന്നറിയോ? ഇവിടെ നീ സ്ഥാനം അവിടെ എത്തിക്കുക, താൻ ചിന്തിച്ചു. അതെ താൻ ഈസിയായിട്ട് എത്തുന്നുണ്ട്. ഒരു കൃഷി നടത്തണം, തന്നെ കൊണ്ട് പറ്റൂ? നടക്കില്ല. തനിക്ക് വേണം ഇവിടെ നിന്ന് ഒരു പൊതിയും മേടിച്ചോണ്ട് 5 പേർക്ക് കൊടുക്കാൻ പറ്റും. അത് അറിയുന്ന ഒരു 5 പേർക്ക് വേണമെങ്കിൽ നമുക്ക് അറിയുന്നതല്ല, പക്ഷെ കച്ചവടം ചെയ്യാൻ വേണ്ട. തനിക്കിപ്പോ ഒരു പൊതി ഇങ്ങ് കിട്ടുവാന്ന് വിചാരിക്കുക, തനിക്ക് 1 കിലോ കഞ്ചാവ് ഇവിടെ നിന്ന് കിട്ടുക, താൻ മനസ്സിലാക്കി റോട്ടിൽ കിടന്ന് എനിക്ക് ഒരു പൊതി കഞ്ചാവ് അല്ലാതെ എനിക്ക് ഒരു പൊതി കഞ്ചാവ് കിട്ടി കിട്ടത്തില്ല. താൻ പോയി മേടിക്കാൻ ഒരാളെ കണ്ടെത്തി. തനിക്കൊരാളെ അറിയാം, തനിക്കിവിടെ സുമേഷിനെ അറിയാം, സുമേഷിനെ കച്ചവടം ഉണ്ട്, സുമേഷ് 5 കിലോ ആയിട്ടേ കൊടുക്കാറുള്ളൂ. ഈ 5 കിലോ മേടിച്ചോണ്ട് പോയാൽ തനിക്ക് വേണേ ഈ 5 കിലോ കൊച്ചു പൊതികളാക്കി കഴിഞ്ഞാൽ ഒരു 100 പൊതിയോ 500 പൊതിയോ കാണും. ആ ഓരോ പൊതിയിൽ നിന്ന് എനിക്ക് 500 രൂപ വെച്ച് വിറ്റ് കഴിഞ്ഞാൽ താനിപ്പോ ഒരു 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞാൽ തനിക്ക് ഒരു 1.5 ലക്ഷം രൂപ കിട്ടുമെന്നുള്ള ഇത് വെച്ചിട്ട് താൻ പോയി സുമേഷിന് സാധനം മേടിച്ചോണ്ട് വന്നിട്ട് ഇവിടെ കൊച്ചു പൊതികളായിട്ട് വിതരണം ചെയ്യാൻ തനിക്ക് പറ്റൂല്ലയോ? മനസ്സിലായി. എന്നാൽ തനിക്കൊരു തോട്ടം വെച്ചിട്ട് തന്നെ ഇതുപോലെ ഇവിടെ നിന്ന് കടത്തി അത് ഈ പറഞ്ഞ സുമേഷിന്റെ അടുത്ത് എത്തിക്കാൻ പറ്റില്ല. ആ വ്യത്യാസം എന്താ ആർക്കും മനസ്സിലാവാത്ത? അതെന്നെ ഊമ്പിയ പരിപാടിയാ ഇപ്പൊ കാണിച്ചോണ്ടിരിക്കുന്നമാര്. ആരെയാ പറ്റിക്കുന്നത്? ഇനിയിപ്പോ സുമേഷ് ആരാന്ന് ചോദിച്ചു വരും ചിലപ്പോ. എനിക്കറിയാം, അതൊരു കഥാപാത്രമാണ്. ആരാണ് സുമേഷ്? ചെകുത്താൻ അറസ്റ്റിൽ സുമേഷിനെ കണ്ടെത്താനായിട്ട് പിടിച്ചോണ്ട് അതും കാണിക്കാൻ പരിവൊക്കെ ചെയ്യും. വേണേ CID CBI ഒക്കെ എടുത്ത് അന്വേഷിക്കേണ്ടത്. ഏത് സുമേഷാന്ന് ചേട്ടാ അവിടെ ഇരിപ്പുണ്ടാകുന്ന പറയാം. സുമേഷ് അങ്ങോട്ടാ ചൂണ്ടി കാണിച്ചേക്കുന്നത് അവനാണ്. സുമേഷിനെ ഇങ്ങോട്ട് ഇറക്കി വിടറവനെ കഥയൊക്കെ ചോട്ടിപ്പൊളി. കഥ ചവിട്ടിയൊന്നും വിളിക്കണ്ട, തട്ടിയെ തുറക്കും. വിളിച്ചാൽ നമ്മൾ വരുന്ന ആൾക്കാരൊക്കെയാ. അങ്ങനെ ചെന്നപ്പോഴാ ഒരുത്തൻ കള്ളത്തരം പറഞ്ഞു, എന്നെ അറസ്റ്റ് ചെയ്തെന്നൊക്കെ പറഞ്ഞു, ഒളിവിൽ പോയെന്നൊക്കെ പറഞ്ഞു. ഒരു മാന്യൻ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഒരു ഗവൺമെന്റ് സർവന്റ്, അല്ലെ ഗവൺമെന്റ് സർവീസിലുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ, ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ കള്ള വാർത്തകൾ അടിച്ചുവിടുക, മിടുക്കൻ. ഇത്രയും നല്ല ഉത്തരവാദിത്തമുള്ളവരെയൊക്കെ നമുക്ക് കാണാൻ പറ്റി. അപ്പോഴാണ് അവർ കിടന്നുകൊണ്ട് നമ്മളെ പഠിപ്പിക്കാൻ പറ്റും. എന്നിട്ട് നമ്മളോട് പറയാം, നീ ചെയ്ത് ശരിയായില്ല, നീ മൈരെന്ന് പറഞ്ഞത്. പച്ചത്തെറിയാ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എല്ലാരും വിളിക്കുന്നു. എല്ലാവർക്കും അറിയാം, കോടതിക്കറിയാം, പോലീസുകാർക്കറിയാം, ഈ നാട്ടിലുള്ള പ്രദേശത്തോടാണെന്നാ കേൾക്കാൻ പറ്റും. ഒരു 4 തെറി പുറത്തേക്കാം. എന്തോ തെറി വിളിക്കുന്നത്. അല്ലെ ഇവര് പുറത്ത് കണ്ടാ എന്താ വിളിക്കുന്നത്? സാധാരണക്കാരെ എന്താ വിളിക്കുന്നത്? എന്നിട്ട് അവര് നമ്മളോട് പറയാ, മരുന്നൊന്നും പറയരുത്, മരുന്ന് പറയരുത് ചേട്ടാ. എന്തുവാണ് ഇതൊക്കെ? കഷ്ടം. എന്തൊരു നാണക്കേട് അല്ലേ? പക്ഷെ സോഷ്യൽ മീഡിയയിൽ അവർ പറയത്തില്ല. നമ്മൾ മൈരെന്ന് പറയുന്നേ ഉള്ളൂ, ആരും മൈരെന്ന് വിളിക്കുന്നില്ല. അവർ പറഞ്ഞ വേണേ വിളിച്ചോ, പക്ഷെ അങ്ങനെ പറയരുത്, മൈരെന്ന് ഇടയ്ക്ക് പറയരുത്. ഇപ്പൊ ഈ പറഞ്ഞ മൈരില്ലേ, അതിന് അർത്ഥമുണ്ട്. മറ്റേ തന്നെയാ വിളിക്കുന്നത്, മൈര്, നീ മൈരനാ, മനസ്സിലായല്ലേ? അതേസമയം മറ്റേ മൈര് വെറും മൈരാ. അപ്പൊ എല്ലാരും ആയില്ലേ? അങ്ങനെ ഒരു പ്രശ്നമുണ്ട്.
അങ്ങനെ അതൊരു മയില് വേറെ വർത്താനായി പോയി. അത് വല്ലാത്ത മയിലാന്നാ പറയുന്നത്. ആ മയിലാണ് പ്രശ്നമാകുന്നത്. മനസ്സിലായി. പക്ഷെ തന്നെ വീട്ടിൽ വന്ന് കയറുവോ, മയിലെന്ന് വിളിക്കുവോ, കഥയോട്ടി പൊളിക്കുവോ, ഇല്ലാത്ത കേസിന് അറസ്റ്റ് ചെയ്യുവോ, കള്ളവാർത്ത കൊടുക്കുവോ, ഫോട്ടോ എടുത്ത് പ്രചരിപ്പിക്കുവോ, എന്ത് വേണേ ചെയ്യാം. കള്ള കേസൊക്കെ ഉണ്ടാക്കാൻ ഒരു മടിയില്ല, നാണോ ഇല്ല. പക്ഷെ മയിലെന്ന് വിളിക്കരുത്. മയിലെന്ന് വിളിക്കല്ലോ, മയിലെന്ന് പറയരുത്. അത് ഭയങ്കര കുറ്റമായിട്ടു. അത് ചെയ്യാൻ പാടില്ല. അതെനിക്ക് മനസ്സിലായിട്ടോ. എനിക്ക് നിയമം എനിക്ക് തന്നെ കൊണ്ടുപോയപ്പോ എനിക്ക് മനസ്സിലായല്ലേ മയിലെന്ന് പറയുന്നത്. ഞാൻ ഇപ്പൊ മയിലെന്ന് പറയാറില്ലല്ലോ. ഇല്ലല്ലോ, അത് നന്നായിട്ടോ. അങ്ങനെ പറയരുതോ. അങ്ങനെ പറഞ്ഞാൽ അത് വലിയ പ്രശ്നമാവും നമുക്ക് മനസ്സിലായല്ലോ. വളിയെന്നും പറയരുത്. അത് തൊപ്പി അറസ്റ്റ് ചെയ്തപ്പോ എനിക്ക് മനസ്സിലായി. വളി എന്ന് പറഞ്ഞാൽ പോലും വലിയ പ്രശ്നമില്ല. പുറത്ത് ഇറങ്ങിപ്പോലെ. ഇത് മറ്റേ ആർമിയൊക്കെ ഇറങ്ങുന്ന സീനുണ്ട്. ആർമി വരും, വൻ സീൻ വരും. കേട്ടോ ആർമിയും വരും, വലിയ പണി വരുന്നുണ്ട്. ഒരു പാട്ടുണ്ടല്ലോ ഹിന്ദിയില്, മൈരേ മൈരേ മൈരേ. ആ പാട്ടോ നല്ല പാട്ടാ. മഹീരേ എന്നാ അത്. മഹിരയാണല്ലേ. മഹിരേ. അപ്പോ ഇങ്ങനെ പാവപ്പെട്ടവന്റെ കാശ് പോയി. ഇവിടെ എപ്പോഴും അവസാനം നിൽക്കുന്ന ഈ പാവപ്പെട്ടവൻ എന്നും ഊറ്റില്ല പരിപാടി. അവൻ കുറ്റക്കാരനാവും, അവൻ കഞ്ചാവ് കച്ചവടക്കാരനാവും, അവൻ പണം നഷ്ടപ്പെടും, മാനം നഷ്ടപ്പെടും, ജയിലിൽ കിടക്കേണ്ടി വരും, പട്ടിണി കിടക്കേണ്ടി വരും, ദുരിതം അനുഭവിക്കേണ്ടി വരും. ഓൾറെഡി തൊഴിലില്ലാത്തതുകൊണ്ടും നശിച്ചൊരു ജീവസാഹചര്യത്തിൽ പെട്ടുപോയതുകൊണ്ടും എത്തിപ്പെടുന്ന ഒരു ഏരിയ ഇത്. ഇനിയും ഇതുപോലത്തെ ലക്ഷക്കണക്കിന് ആൾക്കാരെ തന്നെ ഈ മണ്ടക്കിരിക്കുന്നവനെ റിക്രൂട്ട് ചെയ്യാൻ പറ്റും. കാരണം അത്രയും തൊഴിലില്ലാത്ത പാവപ്പെട്ട മനുഷ്യർ ഇവിടെ ഉണ്ട്. പൈസ പിടിച്ചിട്ട് ഇമാര് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന, വിദ്യാഭ്യാസം കിട്ടാതെ പോയ കുറെ പേര്, അതല്ല ആരുടെ കുഴപ്പം, കുറെ പേര് ഓൾറെഡി പറഞ്ഞ പോലെ MDMA ഒക്കെ അഡിക്റ്റ് ആയിട്ടുണ്ട്. ഒരുപാട് പേര് അടിമകളായി. അവർക്കൊന്നും ഇനി ഒരു ഇതിനകത്ത് അങ്ങനെ ഒരു മോചനമൊന്നും നടക്കില്ല. അവര് പെഡ്ലേഴ്സ് ആയിട്ട് തന്നെ ജോലി ചെയ്യേണ്ടി വരും. സാധനം ഇനിയും ഇനി ഇത് കിട്ടാതെ വന്ന എന്തൊരു അക്രമം ഉണ്ടാവുന്ന ഇതിലും വലുത് നടക്കൂല. അപ്പൊ അതുവരെ ആക്കി വെച്ചത് ആരാ? അപ്പൊ ഇത് മുഴുവൻ കഴിഞ്ഞിട്ടേ അവസാനം വേടനെ അറസ്റ്റ് ചെയ്തു. കാലിദ്രഹമാനെ കണ്ട് പോയപ്പോ കഞ്ചാവ് റൂമിലെങ്ങാണ്ട് സമാധാനമായിട്ട് ഇരുന്ന് അടിച്ചോണ്ടിരുന്നവരെ പിടിച്ചു. ഭയങ്കര മിടുക്കന്മാരാ കേട്ടോ, ഭയങ്കര മിടുക്കായി പോയി. ഇനി വരാൻ പോകുന്ന കണ്ടോണം. നിന്റെയൊക്കെ വീട്ടിൽ കാണോടാ, നീ നോക്കിയോ, നിന്റെയൊക്കെ മക്കൾ അടിക്കുന്നുണ്ടാവും. നീയൊക്കെ കണ്ണടച്ചിരുന്നില്ലേ ഇവിടെ? നിന്റെയൊക്കെ മക്കളുണ്ടല്ലോ, നീ അടിച്ചിട്ട് നിന്റെ ഭാര്യ നിന്റെ മോൻ എന്തെങ്കിലും തല്ലിക്കൊല്ലാന്ന് നോക്കൂ. മനസ്സിലായോ? അത്രേ ഉള്ളൂ. നീയൊക്കെ കണ്ണടച്ചിട്ടുണ്ടെങ്കിൽ നീയും അനുഭവിക്കും. അങ്ങനെ വിട്ടാൽ പറ്റുമോ ഇത്? അതെന്നെ വർത്താനമാണ്, അതെന്നെ പരിപാടിയാ അല്ലേ? ഒരു റെസ്ട്രിക്ഷനും ഇല്ല, ഒരു കൺട്രോളും ഇല്ലാതെ ഇവിടെ എല്ലായിടത്തും നീ പിടിക്കുവാന്ന് പറഞ്ഞാൽ താനെന്ന് ഓർത്തു. ഒരു ദിവസം 80-100 പേരെയൊക്കെ പിടിച്ചിട്ട് പറയാം വാർത്തയാക്കി വരുന്നുണ്ട്. ഇവന്മാർ ഇത്തിരി മണ്ടന്മാരാണെന്ന് ഓർത്തോണേ. ഇത് വാർത്തയാക്കിയാൽ നമുക്ക് മനസ്സിലാകത്തില്ല ഇവിടെ ഇത്ര ഉണ്ടെന്ന്. ഇത് എങ്ങനെ വന്നെന്നാ ആൾക്കാർ ചിന്തിക്കുന്നത്? അതിനുള്ള സെൻസ് ഇല്ലടോ. ഇവന്മാരുടെ വിചാരം ഇതൊക്കെ കാണിക്കുമ്പോൾ പോലീസ് ഇത് പിടിച്ചു എന്നുള്ളതാണ് പോലീസിന്റെ തൊഴിൽ. അറസ്റ്റ് ചെയ്യുക. അതെ, പോലീസിന്റെ ജോലി എന്താ? ഇങ്ങനെ ഒരു ക്രൈം നടക്കുന്നു, അത് പിടിക്കുന്നു. നടന്നു കഴിഞ്ഞിട്ടാണ് എല്ലാം കഴിഞ്ഞിട്ട് വരുന്നത്. എല്ലാം കഴിയുമ്പോൾ വരും. അങ്ങനെ വരാൻ പോലീസിന് ആദ്യം വന്ന് നിൽക്കണോ? പോലീസിന് ആദ്യം വന്ന് നിൽക്കാൻ പറ്റില്ലല്ലോ. ആരാണ് കൊന്നത് എന്ന് ചോദിക്കുന്നു. മരിച്ചയാളുടെ ഒരു ഫോട്ടോ വേണം. കൊന്നയാളുടെ ഉണ്ടെങ്കിൽ അതൊന്നും ശ്രീനിവാസൻ അത് ശരിക്കും കേരള പോലീസിനെ പറഞ്ഞാൽ തോന്നുന്നു. പിന്നില്ലാതെ തപ്പിയെടുക്കുന്നു. ഓ ജയ് ഗു എന്തോന്ന്? അതാണോ ഈ സ്ഥലത്ത് നടക്കേണ്ടത്? കഷ്ടമുണ്ട് കേട്ടോ. ഇത്രയും കുട്ടികൾ വഴിതെറ്റിയതോ അല്ലെങ്കിൽ ഇതിനടിമകളായതോ അല്ലെങ്കിൽ കുടുംബങ്ങൾ തകർന്നതോ ഉത്തരവാദിത്തം മൊത്തം പോലീസിന്റെയാ, അല്ലെങ്കിൽ എക്സൈസ് വകുപ്പ്, ഏത് വകുപ്പ് വേണമെങ്കിൽ ബോർഡർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് കാശ് കൊടുക്കുന്നുണ്ട് അവര്. ഇത്രയും പേരുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഇത്രയും നാൾ ഒഴിഞ്ഞു മാറിയിട്ട് കഴിഞ്ഞ 10-15 വർഷമായിട്ടൊന്നും അനങ്ങാതിരുന്നിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നിറങ്ങിയാൽ ഇനി സംഭവിക്കാൻ പോകുന്ന വേറൊരു ത്രെറ്റോടാണ് ഈ പറഞ്ഞത്. ഈ അടിമകളായിട്ടിരിക്കുന്ന പിള്ളേർക്ക് ഇനി ഭയങ്കരമായ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിനെ മാനേജ് ചെയ്യാൻ നിങ്ങളുടെ എന്തോ ഉള്ളത്? അതിനെ മാനേജ് ചെയ്യാനുള്ള സംവിധാനം കണ്ടെത്തണം. ഇന്റേണൽ ആയിട്ട് ഒരു എൻക്വയറി നടത്തണം. ഈ മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ ഇതിനകത്ത് നിന്നൊക്കെ സാമ്പത്തികമായിട്ടുള്ള ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ തെളിവുകൾ ഇതൊക്കെ കണ്ടെത്തണം, ഇതൊക്കെ അന്വേഷിക്കണം. ഇതൊന്നും ചെയ്യാം. ഓഫീസിനകത്ത് അത്രയും കുറ്റക്കാരാണ് ഈ പെഡ്ലർ. ഏറ്റവും അറ്റത്ത് വയ്ക്കുന്ന 10,000 രൂപ മറ്റവന് ഈ കിട്ടിയിരിക്കുന്ന എത്ര കോടിയായിരിക്കും? പെഡ്ലറെ പിടിക്കട്ടെ, ഒന്നും പറയുന്നില്ല. ഇത് ഉപയോഗിക്കുന്നവനെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ഇവിടെ ഭയങ്കരമാക്കി എന്തോ ആക്കി മാറ്റുവാണ്. മനസ്സിലാവുന്നത്? ഇത് ഉപയോഗിക്കുന്നവനെ ഇതെല്ലാം കഴിഞ്ഞ ഏറ്റവും അവസാനം എനിക്ക് മനസ്സിലായി. ഇവരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ചെയ്യണമല്ലോ. അപ്പൊ ഇവര് ഇനിയിപ്പോ പെഡ്ലറെ പിടിക്കുകയാണെങ്കിൽ പെഡ്ലറെ അങ്ങോട്ട് പിടിക്കട്ടെ. അപ്പൊ ഒരു പുഷറെ പിടിച്ചു, ശരി. ഈ വലിക്കുന്നവനെ പിടിച്ച് അറസ്റ്റ് ചെയ്തിട്ട് കഞ്ചാവ് പിടിച്ചു എന്ന് പറയുമ്പോ എന്നാണ് കഞ്ചാവ് വേടൻ കൊണ്ടുവന്ന പോലെ, ഇത് ഉപയോഗിക്കുന്നവൻ ഇത് ഉണ്ടാക്കി കൊണ്ടുവന്ന പോലെയാണ് ഈ പറയുന്നത്.
മനസ്സിലാവുണ്ടോ? എന്തൊരു പൊട്ടത്തരമാണ് വേറെ കാര്യം പറയാം. എന്താ മനസ്സിലാവാത്തത്? ഈ കച്ചവടക്കാരനൊക്കെ വിട്ടേക്ക്, അവനെയും പിടിക്കാൻ പാടില്ല ഉള്ള കാര്യം പറഞ്ഞ മര്യാദയല്ല. ഈ കൃഷി നടത്തുന്നത് ഞാൻ പറഞ്ഞൊരു ടോപ്പ് ലെവൽ കേരള പോലീസിനെ കൊണ്ട് പറ്റുള്ളൂ. ഞാൻ ആ അർത്ഥത്തിലാണ്, അല്ലാതെ അത് മനസ്സിലായി. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സാധനം എവിടെയാ നടക്കുന്നത് അറിയോ? ഈ പറഞ്ഞ ആള് ആരുടെ നടുക്ക? ഇവനൊരു ചെറിയ ഏരിയയിലാ കൃഷി ചെയ്യുന്നത്. ഈ കൃഷിഭൂമി എവിടെ ഇരിക്കുന്നത്? ഈ കൃഷിഭൂമിയുടെ ചുറ്റും ഇതിന് പ്രൊട്ടക്ഷൻ കൊടുത്തേക്കുന്ന ആരാണ്? പട്ടാളവും പോലീസും പ്രൊട്ടക്ട് ചെയ്തേക്കുന്നത്. പട്ടാളവും ഉണ്ട് ഇതിനകത്ത് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. കാരണം അതിർത്തിയിൽ ഭടന്മാർ കാവൽ നിൽക്കുന്ന ഈ കഞ്ചാവ് തോട്ടം നടത്താനും MDMA ഉണ്ടാക്കാനും കൂടെ ഉള്ളവരെ കൂടിയാ. അപ്പോൾ ഈ പോലീസ് എന്ന് പറയുന്ന സംവിധാനം ഇതിന് ചുറ്റുമുണ്ട്. പോലീസ് എല്ലായിടത്തും ഉണ്ട്. കഞ്ചാവ് തോട്ടം വളരെ കുറച്ച് സ്ഥലങ്ങളിലേ ഉള്ളൂ. അല്ലാതെ എല്ലായിടത്തും കഞ്ചാവ് തോട്ടത്തിനിടയിൽ കുറച്ച് പോലീസ് അല്ല. അല്ലെ നമ്മൾ ഈ പറഞ്ഞ റോഡുകളിലെല്ലാം MVD നിൽപ്പുണ്ട്. ഹെൽമെറ്റ് നോക്കുന്നതും സീറ്റ് ബെൽറ്റ് നോക്കുന്നതും കണ്ടിട്ടില്ലേ? എത്ര പേര് ഇത്രയും നാൾ കൊണ്ടുണ്ടാക്കിയ കോടികളുടെ പെറ്റി എവിടെ? അത്രയും പേരെ പെറ്റി അടിക്കുന്ന നേരത്ത് ഈ സാധനം ഇതുവഴി കടന്നു പോയിക്കൊണ്ടിരുന്നില്ലേ കഴിഞ്ഞ 10-15 വർഷമായിട്ട്? അപ്പൊ ഇവർക്ക് കറക്റ്റഡ് ആയിട്ടുള്ള ഓഫീസേഴ്സിന് എത്ര കോടി അവന്മാർ അടിച്ചു കാണിക്കുന്നത്? ആ കോടികൾ എവിടെ? ആ കോടി കണ്ടുപിടിക്കും. അല്ലാതെ ഇവിടെ കിടന്നുകൊണ്ട് ഈ തീട്ടപ്പണി കാണിക്കരുത്, ഊമ്പിയ പണി കാണിക്കരുത്. ഊമ്പിയ പണി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ് ഊമ്പത്തരം, കളിപ്പിക്കുന്ന ആൾക്കാരെ പറ്റിക്കുന്നു. അയ്യേ, അവരെ പിടിക്കേ, ഇവന്മാരെ പിടിക്കണം. പിടിക്കുന്ന ആളാരാന്നറിയോ? ഈ കൃഷിക്കാരനെ അപ്പോഴും പിടിക്കണം. ആദ്യം പിടിക്കേണ്ടത് ഗവൺമെന്റ് സർവീസിൽ ഇരുന്നുകൊണ്ട് ഇതിനൊത്താശ ചെയ്തു കൊടുത്ത് കൈക്കൂലി മേടിച്ച് കണ്ണടച്ച് പല പോലീസുകാരെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. പലരെ സ്ഥലം വരെ മാറ്റിക്കാണ് ഒരു പിടിക്കാൻ ചെന്നിട്ടുണ്ട്. ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നവന് ജോലി ചെയ്യാൻ പോലും സമ്മതിക്കാത്ത ഏതോ ഉദ്യോഗസ്ഥന്മാരിവിടില്ലേ? രാഷ്ട്രീയക്കാരില്ലേ? അവന്മാരുടെ കണ്ണു പിടിച്ച് എങ്ങനെയാണ് ഇതിനകത്തൂടെ പോകുന്നത്? ഇവിടെ ഒരു ചെറുക്കന് പെണ്ണോട് ഒന്ന് സമാധാനത്തോടെ നടന്നു പോയി അവനെ പിടിക്കും. എവിടെ നിന്ന് ഒരു കൊച്ചുങ്ങൾ ഇറങ്ങിപ്പോയി ഒന്ന് ബോംബെ വരെ പോയി കറങ്ങിയപ്പോ കണ്ടില്ലേ? CCTV വിഷ്വലൊക്കെ വന്നിട്ട് കണ്ടില്ലേ? അതൊക്കെ പെട്ടെന്ന് കാണത്തില്ലടോ ഇവര്. എവിടെ നിന്നല്ലോ വിഷ്വൽ എടുക്കുന്നത്? ഇതുവഴി ഇത്രയും കഞ്ചാവ് MDMA പോയത് ആരും കണ്ടില്ല, ആരും അറിഞ്ഞില്ല. ഞങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങൾക്ക് ഇത് കാണാൻ അറിയത്തില്ല. ഇത്രയും കൊല്ലങ്ങൾ എത്ര കോടികൾ മേടിച്ചിട്ടായിരിക്കും ഇവർ നടത്തിയേക്കുന്നത്. ഇവിടുത്തെ പോലീസ് ഓഫീസേഴ്സായിട്ട് ഈ പറഞ്ഞ വകുപ്പുകളിൽ ജോലി ചെയ്ത് വെക്കുന്നവരുടെ സ്വത്ത് സമ്പാദ്യം നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ആരൊക്കെയാണ് കറക്റ്റ് എന്ന്. എന്ത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇവന് കൊടുത്തേക്കുന്ന ശമ്പളത്തേക്കാൾ കൂടുതൽ എന്തെല്ലാം മേടിച്ചിട്ടുണ്ടോ നോക്കിയാൽ പോരെ. അതിന് എത്രയും വലിയ സംഭവം വേണോ? ഓരോ ഓഫീസേഴ്സിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തി നോക്ക്. റെയ്ഡല്ല, ഇവരുടെ അറിയായിരിക്കുമല്ലോ. ചുമ്മാ ഒന്ന് അന്വേഷിച്ചു ആരൊക്കെയാണ് ഇവിടുത്തെ ഏതൊക്കെ മന്ത്രിമാരാണ് ഇൻവോൾവ്. അന്വേഷിച്ച ഒരുമാതിരിപ്പെട്ട എല്ലാം ഇതൊക്കെ തന്നെ ആയിരിക്കും. പിന്നില്ല അതിന്റെ പ്രശ്നമായത്. അല്ലാതെ ഇവിടെ അടിക്കുന്ന പിള്ളേരെ പിടിച്ചിട്ട് മാന്യന്മാര് ഇത്രയും നാശം ഉണ്ടാക്കിയത്. അതായത് ഈ സമൂഹത്തിലുള്ള സാധാരണക്കാരായ പാവപ്പെട്ട അറിവില്ലാത്ത പൈതങ്ങളെ ഇതിനകത്ത് പെടുത്തി സ്കൂളിൽ വരെ കഞ്ചാവ് കിട്ടുന്നുള്ള കംപ്ലൈന്റ് ഒരു 3 വർഷം മുമ്പ് ഇവിടെ വാർത്തയായതാ. സ്കൂളില് ഏതോ ഒരു പേരൻസ് വന്ന് നടി ഉണ്ടാക്കുന്ന കണ്ടില്ലേ? അന്നെന്താ ഇത് വന്നില്ല, അന്ന് അറിഞ്ഞില്ല. എടോ 8-ലൊക്കെ പഠിക്കുന്ന പിള്ളേര് കഞ്ചാവ് അടിച്ചെന്ന്. 8-ലൊക്കെ എന്നിട്ട് അപ്പോഴും പെട്ടെന്നുണ്ടായി. ഇതെന്താ കാര്യം? അതായത് ഞാനൊരു 2-3 വർഷം മുമ്പ് ഞാൻ കേൾക്കുമ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. കെട്ടിപ്പടിക്കുന്ന പിള്ളേര് കഞ്ചാവ് അടിച്ചു എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്ത് ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ പറയുമല്ലോ കഞ്ചാവ് അടിച്ച പിള്ളേർ. ഞാൻ ഈ സാധനമൊക്കെ അടിക്കുന്ന സമയത്തുണ്ടല്ലോ എനിക്കറിയാം ഇത് വല്ലപ്പോഴും അടിക്കേണ്ട സാധനമാണ്. അല്ല ഇത് മാട്ട അടിച്ചോണ്ടിരുന്ന ആളൊന്നും അല്ലേ. ഞാൻ പല സാധനം ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്നേ വരെ ഈ സാധനത്തിന്റെ ഒന്നും പുറകെ ഇരുന്ന് ഇത് തന്നെ അതൊന്നും പറ്റത്തില്ല. അങ്ങനെയുള്ളവർ ഇവിടെ ഉണ്ട്, മനസ്സിലായില്ലേ? അങ്ങനെ ഉള്ളവർക്ക് എല്ലാം അങ്ങനെ തന്നെയായിരിക്കും. അത്രയും അവര് കള്ളു കുടിച്ചാൽ കള്ളിന് അടിമയാവും. മറ്റവരും അങ്ങനെ. നമ്മളിപ്പോ കള്ളിനും അടിമയാകത്തില്ല, സിഗരറ്റിനും അടിമയാകത്തില്ല, കഞ്ചാവിന് അടിമയാകത്തില്ല, MDMA ആണെങ്കിൽ അതിനടിമയാകത്തില്ല, LSD-യോ ബ്രൗൺ ഷുഗറോ കൊക്കേനോ ഇതിന് അപ്പുറത്തെ ഏതായാലും മണ്ടാരം ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഫ്ലക്കാണ് അടിച്ച് കാണിച്ചത്. ഒന്നും സംഭവിക്കത്തില്ലടൂ. എനിക്കൊരു ചുക്ക് സംഭവിക്കത്തില്ല, എനിക്ക് ഉറപ്പാ. ഇത് അടിച്ച് വേണേ കാണിക്കാം. ഇത് അടിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ ആകുമായിരിക്കും കുറച്ചു നേരമൊക്കെ. പക്ഷെ തിരിച്ചു വന്നാൽ പിന്നെ ഇല്ല, മനസ്സിലായില്ലേ? പോണോ അതുവഴി? പിന്നെ എന്ത് ഇങ്ങനെ നടന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സാധനമാണെന്ന് പറഞ്ഞാൽ ഞാൻ അടിക്കത്തില്ല കേട്ടോ. ഞാൻ വിഷമൊന്നും കഴിക്കാറില്ല, അല്ലേ? ഇപ്പൊ സൈനഡ് അതെന്ന് ഞാനിത് രുചിച്ച് നോക്കുന്നു, അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. ഇതിനകത്ത് അന്വേഷിക്കും ഇത് അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, ഇത് ഇത്ര ഡോസ് അടിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാകുന്നത്, ഇത് കൂടുതൽ അടിച്ചാൽ എനിക്ക് പിന്നെ തിരിച്ചാക്കിളി വരത്തില്ല എന്നുണ്ടെങ്കിൽ ഞാനത് അടിക്കുന്നില്ല. വളരെ കുറച്ചൊരു മൈക്രോ ഡോസിങ് സാധനം അടിച്ച് നോക്കും. എന്നിട്ട് ആലോചിക്കും എങ്ങനെയുണ്ട്. നോക്കുമ്പോൾ ശരിയാകട്ടെ കണ്ണു വല്ല ഈ സീനൊക്കെ മറ്റേ മഷ്റൂം ഒക്കെ അടിക്കുമ്പോൾ കണ്ടിട്ടില്ലേ എന്തോ കാണുന്നതാണ്. ഇങ്ങനെ കളറൊക്കെ കണ്ടിട്ട് അവിടെ ഇരുന്നിട്ടുണ്ട്. എന്നിട്ട് എന്താ, ഞാൻ ഒറ്റ പ്രാവശ്യം കൊടൈക്കനാൽ പോയിട്ടുള്ളൂ. ഒന്നല്ല 2 പ്രാവശ്യം. 2 പ്രാവശ്യം പോകാൻ കാരണം ആദ്യം ചെന്നപ്പോൾ മഷ്റൂം അടിച്ചപ്പോൾ കിട്ടിയില്ല. അതെന്നാ 2004-2005 ഇതുപോലെ വലിയ ഫേമസ് ഒന്നും അല്ല ഈ സാധനം. നമ്മളന്ന് സ്കൂൾ തൊട്ടേ നമ്മൾ തപ്പി നടക്കുന്ന ഒരു ഐറ്റം അടിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അത് എന്നിട്ട് ആദ്യം അടിച്ചപ്പോ ഇമാര് പറ്റിച്ച്. പിന്നെ പറഞ്ഞു ചേട്ടന്മാരൊക്കെ പറഞ്ഞിട്ട് ഇത് ഉണക്കലല്ല, അതിനകത്ത് പച്ച പറിച്ചിടുന്ന സ്ഥലമുണ്ടെന്ന്, എന്നാ അങ്ങോട്ട് പോട്ടെന്ന്. അടുത്ത പ്രാവശ്യം ഈ മഴ തുടങ്ങിയ സമയത്ത് നമ്മൾ അധികം പേരൊന്നും ഇത് ഞാൻ തില്ലടോ, ഇതങ്ങോട്ട് തില്ലുന്നു, ഇതും കണ്ടിട്ട് നടക്കുന്നു. പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടേ ഇല്ല, മനസ്സിലായോ? അല്ലാതെ എല്ലാ വർഷവും തള്ളി കയറി ഈ കോപ്പടിക്കാൻ ഭ്രാന്തൊന്നും ഇല്ല. കണ്ടു അറിഞ്ഞു. ഇപ്പൊ എല്ലാം നമ്മളിപ്പോ എവിടെല്ലാം പോയി
ഞാൻ പല രാജ്യത്തും പോയി. എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ തായ്ലൻഡ് പോയി, അവിടെ വേണ്ട മസാജ് ഉണ്ട്, അവിടെ ഹൈബ്രിഡ് അടിക്കാം, എന്തോ വേണേൽ അടിക്കാം. പക്ഷേ ഈ പ്രാവശ്യം പോകുമ്പോൾ എനിക്ക് മറ്റേ പ്രശ്നമുള്ളതുകൊണ്ട് അധികം അത്രയും പരിപാടി നടന്നില്ല. ഈ ഇങ്ങനെയുള്ള നമ്മൾ മസാജ് പാർലറിൽ കയറുന്നു, അവള് സാൻഡ്വിച്ച് മസാജ് ചെയ്യുന്നു, അത് കഴിഞ്ഞു. അല്ലാതെ പിന്നെ ആഴ്ചയിൽ സാൻഡ്വിച്ച് മസാജിന് ഇറങ്ങുമല്ല പോവല്ല. ഇതിനൊക്കെ ഒരു അതൊക്കെ അറിയാനുള്ള കാര്യമേ ഉള്ളൂ. സാമാന്യ ബുദ്ധിയുള്ളവൻ അതേ ചെയ്യാവൂ. അല്ലാതെ ബോധവും വെളിവില്ലാത്തവരെ മാത്രം ഒന്ന് ഫിൽട്ടർ ചെയ്തെടുക്കും ഇതിനകത്തൊന്നും. ഈ അടിച്ച് കിളി പോയവന്മാരെ തപ്പിയാൽ മനസ്സിലാവും അവർക്ക് എന്തോ മാനസിക പ്രശ്നം നേരത്തെ ഉണ്ട്. അല്ലാത്തവരാരും ഇങ്ങനെ ചെയ്യത്തില്ല. എനിക്കറിയാവുന്ന പലരും ഉണ്ട് അടിച്ചിട്ടുള്ളവർ. ആരും ഇത് അടിച്ച് നടക്കുമല്ല, എല്ലാവരും അടിച്ചിട്ടുള്ളവർ. ഇവിടെ ഈ പറഞ്ഞ വാർത്ത വായിക്കുന്നവനും എല്ലാവരും ഇവിടെ കിടന്ന് നടന്ന് ഈ കുഞ്ഞാന കളികൾ മൊത്തം കളിക്കുന്നവന്മാരെല്ലാം ഇത് അടിച്ചിട്ടുള്ളവർ. ഈ മെയിൻ സ്ട്രീമിൽ ഒന്ന് വലിയ കഥ പറയുന്ന പലരും അടിച്ചിട്ടുണ്ട്. ഇതെന്താ നമുക്കാർക്കും അറിയത്തില്ല ഇവരെവിടെ നിന്ന് അടിച്ചെന്ന്. ഓരോരുത്തർ അന്വേഷിക്കും. നമുക്കത് പറയുന്നതിന് ഇപ്പൊ ഇതിനകത്ത് നാണക്കേടോ അല്ലെങ്കിൽ ഭയപ്പെടേണ്ടതോ ഇല്ലാത്തതുകൊണ്ട് പറയുന്നതാണ്. അതിന്റെ ആവശ്യമില്ല. അങ്ങനെയല്ലല്ലോ ഇത് പിടിക്കുക. പക്ഷെ ഇവർക്ക് ഇത് പറയാൻ പറ്റില്ല. എന്താ പറയാ, പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം പറയാം. അതായത് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മറ്റേ ഇവരിത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെയും കൂടി മറ്റേതിന്റെ ഭാഗമാക്കി മാറ്റി ഇവർക്ക് സത്യസന്ധമായിട്ട് അവിടെ അടിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും പറയണമല്ലോ. ഇല്ല, അടിക്കുന്നവര് പേടിക്കണം. അടിക്കുന്നോണ്ടായിരിക്കും ചിലപ്പോ മിണ്ടാത്തല്ലേ. ഇവിടെ ഉള്ള അടിക്കാരാ മിണ്ടാത്ത. പലരും മിണ്ടുന്നു. അടിച്ചിട്ടുള്ളവരെല്ലാം വന്ന് കഥ പറയുന്നുണ്ട്. ഇപ്പൊ അടിയില്ലാത്ത ആൾക്കാരെല്ലാം ഇതുപോലെ ഞാൻ കണ്ടെന്ന് കൊറോണത്തിന്റെ വീഡിയോ ഞാൻ പണ്ടടിച്ചതാണ്. അവൻ അടികടത്തി കഴിയുമ്പോൾ അവൻ പറയാൻ തുടങ്ങി. ഞാൻ പക്ഷെ പണ്ടും പറയും കേട്ടോ, ഉള്ള കാര്യം ഞാൻ പറയാനില്ല. ഞാൻ ഇത് അടിക്കത്തില്ലെന്ന് ഒരിടത്തും ഞാൻ പറഞ്ഞില്ല. അടിച്ചിട്ടില്ലാത്ത ഒരാളെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. അല്ല ഞാൻ പറയട്ടെ, ഞാനങ്ങനെ എന്താ പേടിക്കാനാ? എടോ ഇതിപ്പോ തീരെ അങ്ങോട്ട് ഇനി ജീവിതത്തിൽ ഒരിക്കലും കഞ്ചാവ് അടിക്കില്ല എന്നുള്ള അർത്ഥത്തിലൊന്നും അല്ല ഞാനിരിക്കുന്നത്. ഞാൻ എപ്പോഴെങ്കിലും എനിക്ക് കൊള്ളാവുന്ന കഞ്ചാവ് എവിടെയെങ്കിലും ഈ വൃത്തികെട്ട ഇന്ത്യക്കകത്തുനിന്നല്ല വേറെ എവിടെയെങ്കിലും കൊള്ളാവുന്ന സ്ഥലത്ത് പോയിട്ട് നല്ല കഞ്ചാവ് മേടിച്ച് വലിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് പോവാ നേരെ രാജസ്ഥാനിൽ പോവാ, ബാങ്ക് കലക്കി തന്നെ ഞാൻ കുടിക്കാം. അധികം കുടിക്കത്തില്ല, കുറച്ചേ വരത്തില്ല. അല്ലെ ഹാർട്ട് ബീറ്റ് നമുക്ക് അനങ്ങാൻ പറ്റത്തില്ല, പേടിച്ചു പോകും. അതുകൊണ്ട് അവൻ നടക്കത്തില്ല. എന്നാലും അത് നോക്കും, മനസ്സിലായി. അല്ല ഇത് കണ്ട് ഭയങ്കരമാണ്, ഇത് കഴിച്ചാൽ ഭ്രാന്ത് പിടിക്കും, പിടിക്കത്തില്ല. നോണ പറയരുത്, കള്ളം പറയരുത്. അത് നമ്മൾ സമ്മതിക്കത്തില്ല. വേണേലും ഇപ്പൊ ഈ പറഞ്ഞിട്ട് എവിടെ വേണേലും ടെസ്റ്റ് ചെയ്യാൻ വേണേ ഞാൻ ഇരുന്ന് അടിച്ച് കാണിച്ചു തരാം. എനിക്ക് പറ്റുന്നത്ര അടിക്കുന്നത്രയൊന്നും എനിക്ക് അടിക്കാൻ. എനിക്ക് എന്റെ കപ്പാസിറ്റി ഉണ്ട്, എന്റെ ഹെൽത്ത് ഇഷ്യൂസ് നോക്കണം. അപ്പൊ അതുകൊണ്ട് വേണമെങ്കിൽ കുറച്ചൊക്കെ അടിച്ച് കാണിച്ചു തരാം. എനിക്ക് ഇത്രേ പറ്റത്തുള്ളൂ. ഇതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് അടിച്ചിട്ട് ഞാൻ വേണ്ട വഴി പോകാനേ പറ്റത്തുള്ളൂ. മാറിയിരിക്കും. അല്ല തന്നെ എന്തടിച്ചാലും എന്തോരം അടിക്കാൻ പറ്റുള്ളൂ. ഇത് ഇന്ന് വരെ കഞ്ചാവ് ആരെങ്കിലും ഓവർഡോസ് ആയിട്ടോ കേട്ടിട്ടുണ്ട്? ചത്തിട്ടില്ല ആരും. ഓവർഡോസ് സംഭവം കഞ്ചാവില്ല, അങ്ങനെ സാധനം ഇല്ല. കഞ്ചാവിന് ഓവർഡോസ് ഇല്ല, കൂടി വന്ന് ഉറങ്ങിക്കളയും, അപ്പുറത്തോട്ട് പോവില്ല. മറ്റേ ഇതിന്റെ മുകളിൽ നിന്ന് ചാടൂല, ഓടൂല, ചാടൂല. ഫസ്റ്റ് ടൈം ഒരു പ്രശ്നമുണ്ട്, റണ്ണേമോക്ക് സീനുണ്ട്. അതായത് ആദ്യമായിട്ടൊക്കെ കഞ്ചാവ് വലിക്കുന്ന ആൾക്കാർ ചിലര് ഇത് മനസ്സിലാകത്തില്ല, കിക്ക് മനസ്സിലാകത്തില്ലല്ലോ. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാല് ചിലപ്പോ അവിടെ ഇരിക്കുന്നവരെല്ലാം കൂടെ കൊല്ലാൻ വരുമെന്നൊക്കെ വിചാരിച്ചിട്ട് കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടിയ ഒരുപാട് കേസസ്. അതാണ് സാധനം. ആ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിപ്പോ ആദ്യമായിട്ട് അടിക്കുന്നവർക്ക് മാത്രമേ ഇതുള്ളൂ. അത് ഒറ്റ ട്രക്കിനേ ഉള്ളൂ, അത് കഞ്ചാവിന് മാത്രമേ ഉള്ളൂ. MDMAക്കോ LSDക്കോ അങ്ങനൊന്നും ഇല്ലത്. ഈ LSD ഒക്കെ വരുമ്പോൾ കുറച്ചുകൂടെ പീസ്ഫുള്ളാണ്. ഇവര് മറ്റേ കളറോ കണ്ട ഇങ്ങനെ പ്ലസന്റ് ആയിട്ട് ഇരിക്കില്ല പരിപാടി. ഇനി അഥവാ പ്ലസന്റ് അല്ലെങ്കിൽ എന്ത് പറ്റും, ഇപ്പൊ കാണുന്ന കളർ അങ്ങ് മാറും. അതിനകത്തുനിന്ന് ഡിനോസറൊക്കെ ചാടി വരും. അത്രയും വ്യത്യാസമേ ഉള്ളൂ. അവൻ പേടിക്കുമെന്ന് അവിടെ ഇരുന്നാണ്. അല്ല അവന് എഴുന്നേറ്റ് ഓടാൻ പോലും പറ്റത്തില്ല, ഓടിയാൽ തന്നെ എവിടെയും വീഴും. അങ്ങനെ വല്ലതും വീണ് ചത്താലേ ഉള്ളൂ കേട്ടോ കെട്ടിടത്തിന് മുകളിൽ. അതിന് സാധ്യത കുറവാന്നാ പറയുന്നത്. ഇപ്പൊ MDMA എന്ന സാധനത്തിനകത്ത് വരുന്നത് 80 ഒക്കെ കൂടുവന്ന് പണ്ടാരെ വായിച്ചു നോക്കണം. താൻ എടുത്ത് നോക്കിയാ കാണിച്ചത് പിന്നില്ല. വിറ്റമിന്റെ എഫക്ട്സ് താൻ നോക്കെന്തോ. ആഹാ, പിന്നെ ചുമ്മാണ് സമൂഹ നന്മ ഉദ്ദേശിച്ച് ആരോ ഉണ്ടാക്കിയ പോലെ തോന്നുന്നു. ഞാൻ കാണിച്ചു തരാം. മെറ്റാഫിറ്റമിന്റെ എഫക്ട്സ് നോക്കണം, നമ്മൾ ചിരിച്ചാവും. മെറ്റാഫിറ്റമിൻ ഇൻഡ്യൂസ് അല്ല, മെറ്റാഫിറ്റമിൻ മാത്രം മതിയല്ലോ. Methamphetamine is a potent and certain central nervous system stimulant that is mainly used as a recreational or performance enhancing drug and less commonly as a second line treatment for attention ADHD. Recreational performance enhancing drug less commonly second line treatment for attention deficit hyperactive disorder. It has also been researched as a potential treatment for traumatic brain injury. Methamphetamine
മെറ്റാഫെറ്റാമിൻ വാസ് ഡിസ്കവേർഡ് ഇൻ 1893 കണ്ടുപിടിച്ച സാധനമാണ് ഈ പറയന്മാര് കഴിഞ്ഞ 2-3 മാസമായിട്ട് ഇവിടെ കിടന്നുകൊണ്ട് തൊലിക്കുന്നത്. നാണ ഉളുപ്പ് കൊണ്ടോടാ നിനക്കൊക്കെ. ആൻഡ് എക്സിസ്റ്റ് ആസ് 2 enantiomers, levomethamphetamine and dextromethamphetamine. ഇതൊക്കെ ആർക്കറിയാം? Methamphetamine properly refers to a specific chemical substance, the racemic free base, which is an equal mixture of levomethamphetamine salt, commonly called crystal meth. Is widely used. Methamphetamine is rarely prescribed over concerns involving the potential of recreational use as an aphrodisiac and euphoriant, among other concerns, as well as the availability and safer substitute drugs with comparable treatment efficiency, such as Adderall and while paramedical formulations use. ഇതൊക്കെയാണ് ഇതിന്റെ പരിപാടി. ഇനി dextromethamphetamine is a stronger CNS stimulant than levomethamphetamine. അപ്പൊ ഇതിനകത്ത് ഇങ്ങനെയൊക്കെയുള്ള വേരിയൻസ് ഉണ്ട്. അത് ഞാൻ ഇപ്പോഴാണ് കണ്ടത്, ഞാൻ നോക്കാറൊന്നുമില്ല. ഡിപ്പെൻഡൻസി ലയബിലിറ്റി, ഫിസിക്കൽ ഡിപ്പെൻഡൻസി ഇല്ല. സൈക്കോളജിക്കൽ ഡിപ്പെൻഡൻസി വെരി ഹൈ. അഡിക്ഷൻ ലയബിലിറ്റി വെരി ഹൈ. റൂട്ട്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ബൈ മൗത്ത്, ഇൻട്രവീനസ്, ഇന്റർമസ്കുലർ, സബ്ക്യൂട്ടേനിയസ്, ഇൻഹലേഷൻ, ഇൻസുഫ്ലേഷൻ, റെക്ടൽ, വെജൈനൽ. വാട്ട്? ഇതൊക്കെ ആർക്കറിയാം? ഇതൊക്കെ അറിഞ്ഞ് വേണ്ട കേട്ടോ. ഓരോന്ന് പറഞ്ഞു ഓരോന്ന് ഒപ്പിക്കുന്നു. അയ്യോ, സാധനം അടിച്ച് കയറ്റി വെക്കും വേണമെങ്കിൽ. ഒന്ന് ആലോചിക്ക്. കൺട്രോൾ ഡ്രഗ്, പ്രോഹിബിറ്റഡ് സൈക്കോട്രോപിക്സ്, ഷെഡ്യൂൾ 1 അനാൽജസിക്, ഓതറൈസ്ഡ് ട്രേഡ് ഓൺലി ഫോർ നോട്ട് പ്രിസ്ക്രിപ്റ്റബിൾ, ക്ലാസ് എ ഇത് നോക്കട്ടെ. ഓറൽ ഇൻഹലേഷൻ, പൊട്ടൻഷ്യൽ ബ്ലീഡിങ്, വേരീസ് വൈഡ്ലി, മെറ്റബോളിസം, അങ്ങനെ മെറ്റബോളൈറ്റ്, ആംഫെറ്റമിൻ, ഓൺസ് ആക്ഷൻ, എലിമിനേറ്റ്, half life 9 to 12 hours, range 5 to 30 hours irrespective of route, duration of action 8 to 12 hours. ഇത് കണ്ടോണം, ഞാൻ പിന്നെ കാണിക്കാം. ഇതിനകത്ത് വരുമ്പോൾ സ്മാർട്ട് ഏഷ്യ അവൈലബിൾ ഓവർ കൺട്രി, distribution sale in low moderate doses. Methamphetamine can elevate mood, increase all alertness. താൻ നോക്കിക്കോണേ. ഇൻ ലോ ടു മോഡറേറ്റഡ് ഡോസസ് ഓഫ് മെത്താംഫെറ്റമിൻ ക്യാൻ എലിവേറ്റ് മൂഡ്, ഇൻക്രീസ് അലേർട്ട്നെസ്, കോൺസെൻട്രേഷൻ ആൻഡ് എനർജി ഇൻ ഫാറ്റിഗ്ഡ് ഇൻഡിവിജ്വൽസ്, റെഡ്യൂസ് അപ്പിറ്റൈറ്റ് ആൻഡ് പ്രൊമോട്ട് വെയിറ്റ് ലോസ്. At very high doses, it can induce psychosis, breakdown of skeletal muscle, seizures and bleeding in the brain. That's a heavy dose. Chronic high dose ഇപ്പം വന്നെന്ന് തോന്നുന്നു. അവിടെ നോക്കിയിട്ട് precipitate. Paranoia, hallucination, delirium and delusions, and violent behavior. Recreationally, methamphetamine ability to increase energy has been reported to lift mood and increase sexual desire to such an extent that users are able to engage in sexual activity continuously for several days while binging the drug. Methamphetamine is known the process of high addiction liability, high likelihood that long-term dependency liability. ഇതിനകത്ത് സെക്സ് ഒക്കെ ഭയങ്കര സൂപ്പറായിട്ട് ചെയ്യാന്നൊക്കെയാണ് പറയുന്നത്. പോസ്റ്റ് അക്യൂട്ട് വിഡ്രോവൽ സിൻഡ്രോം, വിഡ്രോവൽ ഒക്കെ ഭയങ്കര പ്രശ്നമായിരിക്കും. പക്ഷെ ഇത് അതിന്റെ ഡോസ് അനുസരിച്ച് ചെയ്യുന്നവർക്കാ. ഇവിടെ ഈ മണ്ടന്മാരൊന്നാത് ഈ സാധനം അല്ല അടിക്കുന്നത്. മെത്തഫെറ്റമിൻ അങ്ങനെ പ്രോപ്പർട്ടീസ് ഒക്കെ കാണും. ഇതിവിടെ മരുന്നുണ്ടോ ഇതിന്റെ? ഡെക്സോക്സിൻ. ഇത് മേടിച്ച് അങ്ങോട്ട് അതിനകത്ത് മെത്തഫെറ്റമിൻ കണ്ടോ, ഹൈഡ്രോക്ലോറൈഡ് ടാബ്ലറ്റ്സ്, USP. ഇതൊക്കെ മേടിച്ച ആൾക്കാർ കൊടുക്കുന്നുണ്ട്. ക്ലിനിക്കലി കൊടുക്കുന്ന സാധനമാണ്, ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻ. ഇത് FDA ഒക്കെ അപ്രൂവ്ഡ്. Limited approved ആണ്. FDA notes that the limited therapeutic usefulness of methamphetamine should be weighed against the risk associated with its use. To avoid toxicity and risk of side effects, FDA guidelines recommended an initial dose of methamphetamine dose 5 to 10 mg adults and children. ഇത് കണ്ടോ, ഇങ്ങനെ പോയ സാധനത്തിനെയാണ് ഇവിടെ ഇത് അബ്യൂസ് ചെയ്തിട്ട് ഈ പൊട്ടത്തിലെല്ലാം കാണിച്ചിട്ട് വിവരമില്ലാത്തവന്റെ കയ്യിൽ കത്തി കിട്ടിയാൽ ചിലപ്പോൾ കുത്താനൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. പച്ചക്കറി അരിയാനാടാ മയിലേ എന്നുള്ളത് അറിയാതെ നല്ല രീതിയിൽ ആപ്പിളൊക്കെ അരിഞ്ഞ് തിന്നണ്ടതിന് പകരം ഇതെല്ലാം കൂടെ കത്തി എടുത്തോണ്ട് ഇറങ്ങി അപ്പുറത്തുള്ളവന്റെ പള്ളയൊക്കെ എത്തുന്ന പരിപാടി കാണിക്കുന്നവനെ പറഞ്ഞാൽ പോരെ? അല്ലേ? ശരിയല്ലേ? അല്ലാതെ ഈ കത്തി ഉപയോഗിക്കുന്ന പച്ചക്കറി അരിയുന്നവനും ഇറച്ചി വെട്ടുന്നവനും എല്ലാം കൊലപാതകയൊന്നും അല്ലല്ലോ. അതാണ് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഇവന്മാര് പറയുന്ന കേട്ടോ അവർക്ക് ഇതൊക്കെ ഏത് സാധനമാണേലും എന്തടിച്ചാലും നീ എന്ത് ചെയ്യുന്നു മനസ്സിലായില്ലേ? എന്ത് ചെയ്യുന്നു? അത് നോക്കിയാൽ മതി. അല്ലാതെ ഇവനെ
എന്തെങ്കിലും അടിച്ചോ, അവൻ എന്തെങ്കിലും കഴിച്ചോ, ഇനി ചക്ക അങ്ങ് ബാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചക്ക തിന്നാൻ പോയാൽ ചിലപ്പോൾ അകത്ത് കിടക്കും എന്ന് പറഞ്ഞൊരു സാധനമേ ഉള്ളൂ. അതിനപ്പുറത്തോട്ട് വലിയ സംഭവം ആക്കണ്ട. അവന് അഡിക്ഷൻ ഉണ്ടോ, അല്ലെങ്കിൽ അവന് വേറെ എന്തെങ്കിലും പ്രശ്നം കാണിക്കുന്നുണ്ടോ, അവൻ വീട്ടിൽ പണിയില്ലാതിരിക്കുന്നുണ്ടോ, അവൻ ഉപദ്രവകാരിയായി മാറുന്നുണ്ടോ, അവൻ റാഷ് ഡ്രൈവിങ് ചെയ്യുന്നുണ്ടോ, അവൻ പെണ്ണുങ്ങളെ പീഡിപ്പിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവൻ പൈസ മോട്ടിക്കുന്നുണ്ടോ, ഇതൊക്കെയല്ലേ നോക്കണ്ടേ. അല്ലാതെ അവനൊരു കലാകാരൻ അവിടെ നിന്ന് എന്തിനും വലിക്കുവോ, എന്തിനും ചെയ്തിട്ട് പാട്ട് എഴുതിയിട്ട് 10 പേര് എന്റർടൈൻ ചെയ്തിട്ട് പൊതുവായിട്ടൊരു ഒരു ഉപദേശം കൂടെ കൊടുക്കുന്നവനെ പിടിച്ചോണ്ട് പോയിട്ട് ഇവൻ അടിക്കുന്നവനാന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചാൽ എന്തൊരു തെണ്ടിത്തരമാണ്. വൃത്തികേടെന്ന് പറഞ്ഞാൽ ഇത് വൃത്തികെട്ട പരിപാടിയായി പോയി. ഈ പാവപ്പെട്ടവനെ, അതും വേടനെ ഒരു കഞ്ചാവ് കേസിൽ കൂടെ പ്രതിയാക്കിയിട്ട് അവനെ നാട്ടിക്കാൻ ശ്രമിക്കുന്ന ആ ശ്രമം ഉണ്ടല്ലോ, അത് ശരിയല്ല. അതിനകത്ത് എന്തോ വേറെന്തോ ഇന്റൻഷൻ ഇനിയിപ്പോ ഇവന് ജാതീയപരമായിട്ടും അങ്ങനെയൊക്കെ ഇനി കഥ വരും, കണ്ടോണം. അല്ലാതെ പിന്നെ എന്താണ്, അല്ല പിന്നെ എന്തോ, അത്രേ ഉള്ളൂ. അല്ലാതെ ഈ ലോകം മുഴുവനും കണ്ട വലിയ അപകടകാരിയായ ഒരു സാധനമൊന്നും അല്ല അവൻ ഉപയോഗിച്ചേക്കുന്നത്. അവൻ MDMA ഉപയോഗിച്ചിട്ടുണ്ട്. അവൻ അങ്ങനെ ഒരു കുഴപ്പക്കാരനല്ല, മനുഷ്യരോട് മര്യാദയ്ക്ക് ഇടപെടുന്നു, മര്യാദയ്ക്ക് സംസാരിക്കുന്നു. ഈ പറഞ്ഞ തെണ്ടികളൊന്നും അവനോട് സംസാരിച്ചു നോക്കാം, അവൻ മര്യാദയ്ക്ക് അവർക്ക് ആൻസർ ചെയ്യും. ഇവന്മാർക്ക് എന്തോ പടം അറിയാം പിടിച്ചോണ്ട് പോകാനൊക്കെ. അവനോട് സംസാരിച്ചു നോക്കാം, അപ്പൊ അറിയാം. അവൻ പറഞ്ഞു കൊടുക്കും. മീഡിയയുടെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ ധൈര്യം ഉണ്ടോ നിനക്കൊക്കെ? എനിക്ക് അത്ര ചോദിക്കാനുള്ളൂ. ഇരുന്ന് സംസാരിക്കും. നിങ്ങൾ മേഡനോട്, പോലീസുകാരും ഇവനോട് വന്ന് സ്വാതന്ത്ര്യമായിട്ട് സംസാരിച്ചു നോക്ക്. ആ യൂണിഫോമിൽ നിന്ന് ഇറങ്ങി വന്ന് പൊതുസ്ഥലത്ത് വന്ന് നിന്ന് ഏതെങ്കിലും ഒരു പബ്ലിക് ഫോറത്തിൽ വന്ന് നിന്ന് സംസാരിച്ച് നോക്കാമെങ്കിൽ വേണം പറഞ്ഞു തരും എന്തുവാണ്. അവിടെ നീയൊക്കെ ഒന്നും അല്ല, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എനിക്കറിയാം. ചുമ്മാ വെടലത്തരം പറയാനല്ലാതെ കുറെ എണ്ണ ഇറങ്ങിയിട്ട് കുറെ പാവപ്പെട്ടവനെ പിടിച്ചത്. എനിക്ക് ആ ജീപ്പിന്റെ മുന്നിൽ ഈ കോപ്പ് വെച്ചോണ്ട് എന്നിട്ട് ആ പാവത്തിനെ പിടിച്ചിട്ട് ഓരോന്ന് കോമഡി പറയുന്നടാ. ഈ പാവപ്പെട്ടവന്മാരെ പിടിച്ചിട്ട് ആ മധുവിനെ കൈയിട്ടിട്ട് കൊന്നില്ലേ, അതിന്റെ പോലീസ് രൂപം അത് മനസ്സിലാകുന്നുണ്ടോ? ഈ ഗതികെട്ടവൻ എന്തെങ്കിലും ഒരു കഞ്ചാവ് കച്ചവടമൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനത്തെ ഗതികെട്ട അവസ്ഥയാണ്. ഒരു സ്ത്രീ പ്രോസ്റ്റിറ്റ്യൂഷൻ ഇറങ്ങുന്ന പോലെയാണ് ഒരു പുരുഷൻ കഞ്ചാവ് കച്ചവടത്തിന് ഇറങ്ങുന്നത്. അങ്ങനെയൊക്കെ തന്നെ അവൻ എന്തോ ഒരു സാഹചര്യം വെച്ചാൽ അവൻ അടിച്ചു പോയി കാണും, അല്ലെ അവന് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അവൻ കഞ്ചാവ് ഉപയോഗിച്ച് അവന്റെ ജീവിതം നശിച്ചു കാണും. അവൻ ഒരു നിവൃത്തി ഇല്ലാതെ ഇപ്പൊ ചെയ്യാൻ പോയവനെ പിടിച്ചോണ്ട് വന്നിട്ട് അവനിങ്ങനെ ചിരിച്ചോണ്ടൊക്കെ പറയാം. ഇനി എന്ത് ചെയ്യും? ഇനി ഇതൊക്കെ തന്നെ ചെയ്യണം, വക്കീലിന് കാശ് കൊടുക്കണ്ടല്ലെന്ന് പറഞ്ഞിടത്തിന് ഓർമ്മയുണ്ടോ? അതുപോലത്തെ പാവങ്ങളെ പിടിച്ചല്ല ഷൈൻ ചെയ്യേണ്ടത്. അതൊക്കെ ഏത് തെണ്ടിക്കും പറ്റും. ഇവിടെ ഏത് പൊട്ടം വിചാരിച്ചാലും പറ്റും. ഈ പാവപ്പെട്ടവനെ പിടിച്ചോണ്ട് വന്ന് ഞാൻ പിടിച്ചു കാണിക്കാമല്ലോ, വേണമെങ്കിൽ ഇതുപോലെ വല്ല പെട്ടലറെ വല്ലതും എന്തായാലും ബംഗാളിയെ പിടിച്ചിട്ട് ഇതുപോലെ പിടിച്ചു നിർത്തട്ടെ. ഇവൻ കഞ്ചാവ് പിടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അവനെ അങ്ങോട്ട് പിടിച്ചു നിർത്താൻ എന്തോട് പാട്. അതിന് ഈ പറഞ്ഞ ആരും ഒറ്റിത്തരിവൊന്നും വേണ്ട. ഇവിടെ അന്വേഷിച്ചാൽ എവിടെന്നെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും ഒരുത്തനെ, അല്ലേ? ശരിയല്ലേ? വെറുതെ തപ്പിയാ കിട്ടുന്ന സാധനം ഇത്. അല്ലാതെ ഇത് വലിയ മഹത്തായ സംഭവം ആക്കണ്ട. അല്ല, ഇവരുടെ 1 കിലോ അല്ല 5 കിലോ ഉള്ളവനെ വരെ പിടിക്കാൻ പറ്റും. ഇവിടെ ഇരുന്ന് കുത്തിയിരുന്ന് ഒന്ന് തപ്പി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 പേരോട് ചോദിച്ചാൽ മതി എവിടെ ഈ സാധനം കിട്ടുന്നത്. എവിടെന്നെങ്കിലും കാലൊക്കെ പറഞ്ഞാൽ ഈസി അത്. പിന്നില്ല, എല്ലാവരുടെയും ഉള്ളത്. ഇത് എല്ലാവരുടെയും ഉണ്ടല്ലോ. ഇതില്ലാത്ത സ്ഥലമുണ്ടോ? ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ? ഉണ്ടല്ലേ, റെക്കോർഡ് ആവുന്നുണ്ട്. കഞ്ചാവായതുകൊണ്ടാ. കഞ്ചാവിനെ പറ്റിയൊക്കെ പറയുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് പറയണം. അല്ല ഇമാര് പറയും നമ്മൾ കഞ്ചാവിനെ പ്രൊമോട്ട് ചെയ്യുക. എനിക്ക് കഞ്ചാവ് കച്ചവടോ, അതുകൊണ്ട് ഞാൻ കഞ്ചാവിനെ പ്രൊമോട്ട് ചെയ്തിട്ട് ഞാൻ കാശ് ഉണ്ടാക്കാം. അതായത് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ സാധനം മറ്റേത് വീണ്ടും വരുമെന്ന്. സിന്തറ്റിക് ഡ്രഗ് അടിക്കരുത് കേട്ടോ മക്കളെ എന്ന് പറയുന്ന ഇവൻ കഞ്ചാവിനെ പ്രൊമോട്ട് ചെയ്യാണെന്ന് പറയൂര്. എടോ, ഞാൻ മെത്തമെറ്റമിനെ പറ്റിയാ പറഞ്ഞേക്കുന്നത്. കുഴപ്പമില്ല, നമ്മൾ എവിടെന്നാ പറഞ്ഞത്? വിക്കിപീഡിയ. അത് എല്ലാവർക്കും വായിച്ച് വേണം മനസ്സിലാക്കാവുന്നുള്ളൂ. പക്ഷേ ഇവന്മാർ ഗൂഗിൾ ചെയ്താൽ കിട്ടുമോ? അത് ഗൂഗിളിൽ നിന്നാ വന്നത്, അല്ലാതെ ഞാൻ എന്റെ കയ്യിൽ നിന്നൊന്നും എടുത്ത് പറഞ്ഞതൊന്നും. ഇറ്റ്സ് ആൻ ഇൻഫർമേഷൻ ഓൺ മൈ ഫിംഗർ ടിപ്പ്. അതിനകത്ത് വായിച്ച് വിചാരിക്കരുത്. ഇനിയിപ്പോ വേണം കഞ്ചാവിനെ പറ്റി എഴുതിയേക്കുന്നത് എന്താണെന്ന് നിങ്ങൾ പോയി നോക്ക്. അതും എന്തിനാ ഉപയോഗിക്കുന്നത് നോക്ക്. ഇതൊന്നും അറിയാതെ ഈ സാധനം വായിച്ച് കാണത്തില്ല. ഈ അടിക്കാരും കഞ്ചാവ് കച്ചവടക്കാരനും അറിയത്തില്ല ഇതെന്താ സാധനം. ഈ MDMA വിറ്റവർക്ക് ആർക്കെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയാവുന്നേ? ഇതിന്റെ കെമിക്കൽ കോമ്പോസിഷൻ എന്താണ്, ഇത് അടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ അടിക്കുന്നത്, ഇതിന്റെ ഡോസ് എന്താണ്, ഇതിന്റെ സൈഡ് എഫക്ട്സ് എന്താണ്, അല്ലെങ്കിൽ ഈ സാധനം തന്നെ ഇവൻ വിൽക്കുന്നത് അതാണോ എന്ന് ചോദിച്ചാൽ അവനൊന്നും അറിയത്തില്ല. അതാ ഞാൻ പറഞ്ഞത്. എല്ലാ രീതിയിലും വിവരവും ഇല്ല, വിദ്യാഭ്യാസവും ഇല്ല, കാശും ഇല്ല, സ്റ്റാറ്റസും ഇല്ല, ഒരു മൈരും ഇല്ലാത്ത പാവങ്ങളെ പിടിച്ചിട്ട് ഷൈൻ ചെയ്യുന്നത് പോലീസുകാർ. നാണം ഉണ്ടോ ഇത് കാണിക്കാൻ? എക്സൈസുകാരെന്ന് പറഞ്ഞ് വേറെ ടീം വന്നേക്ക് എല്ലാ വീട്ടിലും കയറി ചെല്ലുക. എന്നിട്ട് അവരെയൊക്കെ അവിടുത്തെ കുറെ പിള്ളേരൊക്കെ പിടിച്ചോണ്ട് വന്നിട്ട് പറയും ഞങ്ങൾ ഭയങ്കര പിടുത്തം പിടിക്കുക. അപ്പൊ ഞാൻ മറ്റവരുടെ കാര്യം പറയുന്ന പോലും ചാനൽ ചർച്ച പോലും നടക്കുന്നില്ലല്ലോ. എനിക്കറിയത്തില്ല ആരുടെന്ന് കാശ് പിടിച്ചിട്ടാ ഇവിടെ ഇവന്മാര് നല്ല ഇൻവെസ്റ്റ്മെന്റാ നടത്തുന്നത്. ഇതിന്റെ മണ്ടക്കോട്ടൊക്കെ കാശ് കിട്ടുന്ന പരിപാടിയാണ്. അതുകൊണ്ട് ഇവര് ഈ ചർച്ച ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇത്ര നാളായിട്ട് ഇത് ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. ടെലിവിഷനിലടക്കം ഇവര് മാധ്യമങ്ങളടക്കം ഈ പൊളിറ്റീഷ്യൻസ്, സാമൂഹ്യ പ്രവർത്തകര്, ഇവിടുത്തെ വലിയ കൊണാണ്ടർമാര്, പോലീസുകാര്, എക്സൈസുകാര് എല്ലാവരും ചർച്ചയുടെ ഭാഗമാവുന്നുണ്ട്.
ഈ ചർച്ചയുടെ ഭാഗമായിട്ട് വരുന്നതിൽ എവിടെയെങ്കിലും ഈ പെഡ്ലേഴ്സും ഇത് ഉപയോഗിക്കുന്നവര് അബ്യൂസ് നടത്തുന്നവരും അല്ലാതെ ആരെ കുറിച്ചെങ്കിലും ഇവർ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു കോൺവെർസേഷൻ ഇവിടെ ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ് അത് ഉണ്ടാവാത്തത്? അത് ഉണ്ടാവാനുള്ള സാഹചര്യം ഇവിടെ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മിണ്ടാൻ പറ്റില്ല. വേറെ കാര്യമുണ്ട്, ഈ ചാനലിന്റെ പല പരസ്യവും കൊടുത്തേക്കുന്ന ആ കമ്പനിയാണോ അവന്റെ സൈഡ് ബിസിനസ് ആയിരിക്കും ഇത്. എടോ പോട്ടെ, ഒരു സ്കൂളിന്റെ പരിസരത്ത് ഈ സാധനം കിട്ടിയെന്ന് പറഞ്ഞാൽ അത് എന്താണ് മനസ്സിലാക്കേണ്ടത്? അതിനകത്ത് അവിടെ നിന്ന് എന്തോ തനിക്ക് അത്ര അവൈലബിൾ ആണെന്ന് മനസ്സിലാക്കേണ്ടത്. അത്ര അവൈലബിൾ എന്ന് മാത്രമല്ല, ഇതിനകത്ത് ഈ ആരെ നശിപ്പിച്ചിട്ടാണല്ലോ ഇത് വിറ്റ് കാശുണ്ടാക്കാനായിട്ട് ഒരു ടീം ഇറങ്ങിയിട്ടുണ്ടെന്നും, അതുപോലെ തന്നെ ഇത് അറിഞ്ഞിട്ടും വീണ്ടും വീണ്ടും അവിടെ കിട്ടുമ്പോൾ ഇതിനകത്ത് അധികാരപ്പെട്ടവര് ഉത്തരവാദിത്തമുള്ള പൊസിഷനിൽ ഇരിക്കുന്ന ആരുടെയൊക്കെ കണ്ണടയ്ക്കുന്നുണ്ടെന്നുള്ളതല്ലേ. ഈ സാധനത്തിന്റെ അവൈലബിലിറ്റി നന്നായിട്ട് കൂടിയിട്ടുണ്ട്. ഇത് ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. കുട്ടികളുടെ സ്കൂളിലോട്ടൊക്കെ ഈ സാധനം എത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അതിന്റെ വേസ്റ്റ് അവസ്ഥയിലോട്ട് എത്തിയെന്നാണ് മനസ്സിലാക്കേണ്ടത്. സ്കൂളിലോട്ടൊക്കെ എത്തുന്നുണ്ടെങ്കിൽ ഇതൊക്കെ കൈക്കൂലി മേടിച്ചേക്കുന്ന ആരാന്ന് നോക്ക്. ചെറിയ പോലീസുകാരൊന്നും അല്ല, പോലീസുകാരാണ് ചിലപ്പോ അവനെ കൊന്നു കാണും ആരെങ്കിലും. അവനിപ്പോ സൈഡാക്കിണ്ടോ? അത്രേ ഉള്ളൂ കേട്ടോ. വലിയ നമ്പറൊന്നും വേണ്ട, ഇത് നമുക്കറിയാം, എനിക്കറിയാം. ഇതൊക്കെ എന്താ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. നിങ്ങൾ തെളിയിക്കും. ഭയങ്കര ബുദ്ധിയൊന്നും വേണ്ടത് എന്താന്ന് മനസ്സിലാക്കാം. അല്ല, അവര് തെളിയിക്കട്ടെ. റോക്കറ്റ് സയൻസ് ഒന്നും ഇനി എന്നോട് പറഞ്ഞ് മനസ്സിലാക്കാൻ അങ്ങനെ നോക്ക്. അല്ല പിന്നെ എന്താ പറയണ്ടേ? നല്ല ഊളത്തരമായി പോയി. എന്തായാലും വാർത്ത കണ്ട സങ്കടം വരുള്ളൂ. ഇതൊക്കെ ആരെയും പറ്റിക്കുന്നു? ഇവര് തന്നെ ഇത് കുളവാക്കിയത്. തനിക്ക് മനസ്സിലായോ? ഒരു 10-50 പേരെ പിടിച്ചെന്ന് പറഞ്ഞിട്ട് ഇത് പിന്നെ വാർത്ത കൊടുക്കാതിരുന്നാലും കുഴപ്പമില്ല. 1000 പേര് 2000 പേരെയൊക്കെ പിടിച്ചതെന്ന് പറയുന്നത് എല്ലാവരുടെ കയ്യിൽ കിലോ കണക്കിന് സാധനം ഉണ്ടെന്നും പറയും. അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ ബാക്കി എന്താ? അതിന്റെ പുറയിൽ എന്താ നടന്നത്? ഇതൊരു പെട്ടെന്നുണ്ടായതല്ലോ. വേറെ പ്രശ്നമുണ്ട്. ഇത് കേരള പോലീസിന്റെ ജൂറിസ്ഡിക്ഷനിൽ പെടില്ല. മനസ്സിലാവണ്ടോ? ഇത് കേരളത്തിന് പുറത്തുനിന്ന് വരുന്നതല്ലേ. കേരളത്തിന് പുറത്തുനിന്ന് വരുന്നത് നമുക്ക് അന്വേഷിക്കാൻ പറ്റില്ല. മനസ്സിലാവണ്ടോ? സ്റ്റേഷൻ പരിധിയിലുള്ള കേസുകൾ അന്വേഷിക്കുള്ളൂ. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് സ്റ്റേഷൻ പരിധിയിലുള്ള പാവപ്പെട്ടവരെ പിടിച്ച് നമുക്ക് എൻജോയ് ചെയ്യാം. അതെ, അതാണ് പരിപാടി. ആ സീനാണ്. അപ്പൊ ഇത്ര ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോ കേരള പോലീസ് ഇനി ഇവിടുന്ന് പല പ്രശ്നങ്ങളുണ്ടെന്ന്. ഇവര് കുറച്ച് കച്ചവടക്കാരൊക്കെ പിടിച്ചോണ്ട് പോയിട്ട് അവരുടെ ഇല്ലാത്ത സാധനം വരെ എഴുതി കയറ്റി വിടും ഭാഗത്തോട്ട്. അങ്ങനെയുണ്ട് പരിപാടി. ജയിലിലേക്ക് വിടുക എന്നുള്ളത്. അവന്മാർ സഹകരിക്കുന്ന കുറെ പേര്. എന്തിനാ ജയിലിലോട്ട് വിടുന്നത് എനിക്കറിയത്തില്ല. ഇതിനകത്ത് കുറെ പേര് സഹകരിക്കുന്നെന്ന്. എന്നെ അറസ്റ്റ് ചെയ്ത കയറി അങ്ങോട്ട് പോട്ടെ. ഇന്നത്തെ പണിയായല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു 10 കേസ് എടുത്ത് ടാർഗറ്റ് ഉണ്ട്. അത് ടാർഗറ്റ് അങ്ങ് അച്ചീവ് ചെയ്തു, പരിപാടി കഴിഞ്ഞു. എനിക്ക് പണി കഴിഞ്ഞു. ഇൻസെന്റീവ് ഒക്കെ കിട്ടുന്നുണ്ടോ? ഇൻസെന്റീവ് മേടിക്കുന്നുണ്ട്. അതിന് വേറെ കാശ്. ഇതിപ്പോ 2-3 ഇതിന്റെ കൂടെ ഗുണം എന്താണെന്നറിയോ? ഒന്ന്, ഇത് ടാർഗറ്റ് അച്ചീവ് ചെയ്യുമ്പോൾ ജോലി നിലനിർത്തി. പിന്നെ ഇത്രയും പേരെ കേട്ടോ പിടിച്ചു കഴിയുമ്പോൾ ഇൻസെന്റീവ് കിട്ടും. പിന്നെ ഇവര് കാശ് കൊടുക്കും വേറെ പുറത്തുനിന്ന്. ഏത് മറ്റേ ടീം എല്ലായിടത്തുനിന്നും നമുക്ക് കാശ് കിട്ടുന്നു. അപ്പൊ പിന്നെ നമ്മളെന്തിനാണ് അനങ്ങുന്നത്? പക്ഷെ ഞാൻ ഒരു കാര്യം തീർത്ത് പറയാം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ നോക്കിയോ, നിന്റെ സഹോദരനോ സഹോദരിയോ ഇതേപോലെ സ്ഥലത്ത് പെട്ടിട്ടുണ്ടാവും. യാതൊരു ഡൗട്ടും വേണ്ട. ഈ കാശ് അതായത് നിന്റെ മോള് അവൾ കറങ്ങി നടക്കുന്നുണ്ടല്ലോ, നല്ലൊരു അടിക്കാരനോടെ. നീ ഇവിടെ ഇരുന്നു, നീ കണ്ടവന്റെ കാശ് മേടിച്ച് നശിച്ച ബാക്കിയുള്ളവന്മാരെ സപ്പോർട്ട് നീ അവിടെ ഇരുന്നു. നിന്റെ മോള് കൊണ്ടുവരും വീട്ടിൽ. അപ്പൊ നിനക്ക് മനസ്സിലാവും. ഉറപ്പിച്ചു, ഒരു ഡൗട്ടും വേണ്ട. ഇതാ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നീയൊക്കെ ഇങ്ങനെ നാട്ടുകാരെ പറ്റിച്ചും കൈക്കൂലി മേടിച്ചും ഇങ്ങനെ എല്ലാരും അങ്ങ് പറ്റിച്ച് ജീവിക്കുമല്ലേ. എല്ലായിടത്തും കിട്ടും. മിടുക്കനായിട്ട് നടക്കുക. 2-3 വർഷം കൂടെ ഉള്ളു കേട്ടോ. ഇതിപ്പോ ഒരു 6-7 വർഷമായി ഇവിടെ പിള്ളേർ അടിക്കാൻ തുടങ്ങിയിട്ട്. ഇനി ഒരു 2 വർഷം കൂടെ ഉണ്ട്. കൃത്യമായിട്ട് 2026 പൊളിയും. കണ്ടോണം. അത് നിങ്ങൾക്ക് എല്ലാം എത്ര വയസ്സാന്ന് കൂടെ ഞാൻ പറഞ്ഞുതരാം. ഒരു 28-29 വയസ്സാവും ആ സമയത്ത്. ആ 29-28 വയസ്സുള്ള വല്ല മക്കളുണ്ടെ പോയി നോക്ക്. അല്ലാതെ ഇതല്ല ചെയ്യേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ വീട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ വീട്ടിൽ പിള്ളേരോട് കൂട്ടുകെട്ടും അവരുടെ ചുറ്റുപാട് നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക് ഇവിടെ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് കണ്ണടച്ചിരിക്കുകയാണ് നീയൊക്കെ എന്തിനാണ് ഇങ്ങനെ പിള്ളേരെ ഉണ്ടാക്കിയത്? അല്ല പിന്നെ എന്തോ പറയണ്ടേ ഇവരോട്? ഇത്രയും സുലഭമാകാൻ പാടില്ല. അത്രയും സുലഭമാകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്നറിയോ? ഓക്കെ, ഇപ്പൊ ഞാനെന്ന് പറഞ്ഞ ഒരാള് വല്ലപ്പോഴും എടുത്ത് ഉപയോഗിക്കുന്ന എടുത്തിനാന്ന് വിചാരിക്കുക. എനിക്കിത് കൺട്രോൾ ഉള്ള ആളാണ്. എനിക്ക് വളരെ കുറച്ചുള്ള സ്ഥലത്ത് പോയി എവിടെ നേലും എനിക്കിത് കണ്ടുപിടിച്ച് ഞാൻ ആരും അറിയാതെ എവിടെയും പോയി അടിച്ചോണ്ടിരിക്കും. ഇത് എല്ലായിടത്തും കിട്ടിക്കഴിഞ്ഞാൽ ഈ പ്രാന്തുള്ളവനും കിട്ടും. അവന് ചിലപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ പോലും പറ്റാത്തവനായിരിക്കുള്ളൂ. ഇവിടെ ഇപ്പൊ അത് കണ്ടുപിടിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. ഇത് കുറച്ച് റെസ്ട്രിക്റ്റഡ് ആയ എവിടെയെങ്കിലും ഒരു റിസർവ്ഡ് പരിപാടിയാണെങ്കിൽ ഉണ്ടല്ലോ, അടിക്കുന്നവൻ മാത്രമേ അടിക്കത്തുള്ളൂ, അല്ലാത്തവൻ പോകത്തില്ല. അത് മാത്രമല്ല, അവൻ അടിച്ചാലും ആരും അറിയത്തുമില്ല. ഇത് എല്ലായിടത്തും കിട്ടുന്നൊരു സാധനമായപ്പോ എന്തോ ഇവിടെയുള്ള ചവറുകൾ മൊത്തം മേടിച്ചടിക്കും. എല്ലാവരും അടിക്കുവാന്നേ, ഒരു ബോധമില്ല വെളിവില്ല. എന്തിനാ നീ പറഞ്ഞ സ്കൂളിൽ പിള്ളേർ അടിച്ചില്ലേ?
അപ്പൊ എന്താ ആരാ ഉത്തരവാദിത്വം അതിന്റെ പറയണ്ടേ? ഇത് റെസ്ട്രിക്റ്റഡ് ആവണം എന്താണേലും. പക്ഷെ വളരെ കുറച്ച് പേർക്ക് കിട്ടും. അത് എവിടെ നിന്ന് അവർ മേടിച്ചടിച്ചോളൂ. അവരെ ആരും നോക്കണ്ട. അവര് ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല. ഈ നടക്കുന്ന പരിപാടി ഉണ്ടല്ലോ ഇപ്പൊ ഇവിടെ ഈ സാധനം ഇവിടെ ഇത്രയും അവൈലബിൾ ആകുന്ന സാഹചര്യം ഉണ്ടാക്കിയതിൽ ഈ സ്റ്റേറ്റിന് വലിയ പങ്കുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ ഇതിന്റെ അറ്റത്ത് നിൽക്കുന്ന ഏറ്റവും താഴെ നിൽക്കുന്ന ആൾക്കാരെല്ലാരും കൂടി അങ്ങ് പിടിച്ച് എല്ലാരും കൂടി കൂട്ടിക്കയറ്റി കഴിഞ്ഞാൽ അതോടുകൂടി പ്രശ്നം പരിഹരിച്ചു എന്ന് പറയുന്ന ആ ഒരു സംവിധാനം ഉണ്ടല്ലോ. അത് നല്ല ഊള സംവിധാനമാണ്. അത് പൊട്ടത്തരമാണ്. അത് കാണുന്നത് നമുക്ക് മനസ്സിലാവും എന്നുള്ള പറയാനുള്ളത്. വരാതിരിക്കുന്നുള്ളൂ. വേറെ അതിന് അടുത്തവർ ഇവര് കിടന്ന് ഭ്രാന്ത് കാണിക്കും. ഇവന്മാർക്ക് ഇത്രയും എങ്ങനെ പെട്ടെന്ന് നിർത്താൻ പറ്റും? ഈ പറഞ്ഞ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴും കൊറോണ ഉണ്ടായപ്പോഴും കുറെ പേര് ആത്മഹത്യ ചെയ്തില്ല. കള്ളു കുടിച്ചില്ലെന്നോ ആത്മഹത്യ ചെയ്തു. പക്ഷെ മറ്റേ ചില ആൾക്കാർ ആത്മഹത്യ ചെയ്ത് ഇവർക്ക് മനസ്സിലായി പോലും കാണത്തില്ല എന്തുകൊണ്ട് അവൻ ആത്മഹത്യ ചെയ്തെന്ന്. വല്ല ഡ്രഗ് യൂസേഴ്സ് ഒക്കെ ആയിരിക്കും. ഡ്രഗ് അഡിക്ട്സ്, ഈ ഡിപ്പെൻഡൻസി ഉള്ളവര്, ഇവരെയൊക്കെ അങ്ങ് പീഡിപ്പിക്കുവാണോ? ഇനി അടുത്ത പരിപാടി ഇനി അവനെ എല്ലാം അങ്ങ് കൊന്നേക്കാന്ന്. ഭയങ്കര ഉത്തരവാദിത്വം. ഓ എന്തൊരു മര്യാദ, മാന്യത, അയ്യോ എന്തൊരു ദേശസ്നേഹം, എന്തൊരു മനുഷ്യ സ്നേഹം. ഓഹോ മനുഷ്യത്വത്തിന്റെ അങ്ങ് കുറച്ച് എമ്പതി എടുക്കട്ടെ ചേട്ടാ. കുറച്ച് കാലക്ക് അല്ലെ മൂക്കോട് വലിച്ച് കയറ്റാൻ പറ്റും. അല്ല ഇതിനകത്ത് അത് എഴുതിയിട്ടുണ്ടോ എവിടെയോ? ഞാൻ പറയാം, പിന്നെ കണ്ടുപിടിച്ചെടുത്തോണ്ട് വരാം. ഞാൻ കഴിഞ്ഞ ദിവസം എടുത്ത് ഏതോ വീഡിയോയ്ക്ക് വേണ്ടി ചുമ്മാ നോക്കിയതല്ല. എന്നും വായിക്കുന്നവരായിട്ടൊന്നും എനിക്കില്ല. എനിക്കിത് അറിയേണ്ട കാര്യമില്ല. എന്തുവാണ് ടോപ്പിറ്റമെന്ന് ചോദിച്ചിട്ട് ഇത് കേട്ടകൊണ്ടെന്ന് നോക്കിയതാണ്. എല്ലാത്തിനും ഇത് അടിച്ചാൽ അറിയാം എന്തുവാണ്. ഇത് അടിക്കുന്നവരുടെ കാര്യം പോക്കാം. അതുകൊണ്ട് അധികം ഇവനൊന്നും അറിയത്തില്ലോ ഇത് എന്ത് ഡോസിനാണ് ഇവർ കഴിക്കുന്നത്. ഇത് ഡോക്ടർ അന്ന് വീഡിയോയിൽ പറഞ്ഞു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന സാധനം ഡോക്ടറെ നിന്ന് പോയി മേടിക്കും എനിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. അല്ലാതെ ഒരു കുഴപ്പമില്ലാത്തവൻ ഇതും പഠിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യം എന്തുവാ? ഇത് മൂഡ് ഡിസോർഡറോ അല്ലെ പറഞ്ഞ പോലെ എന്താ ഡൗൺ ആയിട്ടിരിക്കുന്നവരോ അന്തർമുഖരോ അങ്ങനെയുള്ള വല്ല കുഴപ്പമുള്ളവരോ മിണ്ടായിരിക്കുന്നവരോ വല്ലതും ആയിരിക്കും ഇത് കൊടുക്കുന്നത്. അവൻ ആ ഡോസ് അനുസരിച്ച് കഴിച്ചു കഴിഞ്ഞാൽ അവനൊന്ന് എഴുന്നേറ്റ് സാധാരണക്കാരെ പോലെ ജീവിക്കും. അതിന് വേണ്ടിയിട്ടുള്ളിടത്ത് സാധാരണക്കാരനായിട്ട് ജീവിക്കുന്നത് ഇതിന്റെ 10 ഇരട്ടി ഡോസ് അടിച്ചിട്ട് അസാധാരണക്കാരനെ പോലെ അവൻ്റെ ആവശ്യമൊന്നുമില്ല ഇവിടെ. അവൻ എന്തോ കാണിക്കാൻ ഇതുണ്ടാക്കിയിട്ട് ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ പിടിച്ചോണ്ട് ഏതോ മൂലയ്ക്ക് ഇരുന്നിട്ട് ഒരു പറഞ്ഞ ബൈക്ക് ഓടിച്ച് ഈ ട്രാഫിക്കിനിടയിൽ കൂടെ പോയി എവിടെയെങ്കിലും ഇടിച്ച് വീഴുവോ? അല്ലെങ്കിൽ ഈ ഊമ്പിയ പാട്ട് ഇല്ലുമിനാറ്റി ഇതും കേട്ടോണ്ടിരിക്കുവാണ് ഈ പാവങ്ങള്. ഇതിനാണോ അടിക്കുന്നത്? ഇവിടെ അതുപോലെ പാർട്ടി സീൻസിൽ സായിപ്പ് പഠിക്കുന്ന അങ്ങനെയൊക്കെയാണ്. അല്ലാതെ സായിപ്പ്മാരിങ്ങനെ ഇതും പിടിച്ചോണ്ടിരിക്കുന്നത് സായിപ്പിനാലും കണ്ടോണ്ട് സായിപ്പ് ചെയ്യുന്ന പരിപാടികൾ ഇവിടെ ക്ലൈമറ്റ് കൊണ്ട് പറ്റത്തില്ല, നടക്കത്തില്ല. പിള്ളേര് മറ്റേ അല്ല അതിനകത്ത് ഈ കോസ്റ്റ്യൂം വരെ ഇപ്പോഴും ഇവന്മാര് മറ്റേ സാധനം പിടിക്കുന്നുണ്ടല്ലോ. ഹുഡിയൊക്കെ ഇട്ട് മറ്റേ സ്വെറ്ററൊക്കെ ഇട്ട് മാർച്ചില് സ്വെറ്റർ ഇട്ട് കലുമാരൊക്കെ MDMA മേടിച്ച എന്താവും ആലോചിച്ചു. എന്തിനാ എന്തോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരെണ്ണത്തിനും റിലേ ഇല്ല ഒന്നും പറഞ്ഞിട്ട് ഇല്ലേ കഴിഞ്ഞില്ലായിരുന്നു. ഞാൻ ഒരു നിമിഷം കഴിഞ്ഞു എന്ന് കരുതിപ്പോയി. നമുക്ക് തെന്നി മാറുണ്ട്. അപ്പോ ഈ വേഷം കൊണ്ട് കണ്ടാൽ അറിയാം അവന് ബോധമില്ലെന്ന്. ഈ ബോധമില്ലാത്തതിന്റെ ഇത് കിട്ടുന്നു. അവൻ്റെ അത് കിട്ടാൻ പാടില്ല, അത്രേ ഉള്ളൂ. അല്ലാത്തവർ പോയി വല്ലയിടത്തും ദൂരെ പോയാലും മേടിച്ചടിക്കുന്ന അടിച്ചോട്ടെ. ഇവന്മാർ വല്ല തായ്ലൻഡിൽ പോയി അടിക്കാൻ കേൾപ്പുള്ളവൻ അടിച്ചാൽ മതിയെന്നേ. അല്ലാത്തവർ അടിക്കണമെന്നേ. അല്ലാത്തവർ അടിച്ചാൽ ഇതാ അവസ്ഥ. അവൻ എന്ത് ചെയ്യാനാ? ഈ സാധനം ഇവിടെ വരിക്കരുത്. അതിനെന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ പറ. സാധനം ഇവിടെ അവൈലബിൾ ആവാൻ പാടില്ല. ഇത് ഇത്ര സുലഭമായിട്ട് കിട്ടുന്ന ഒരു സാധനമായി മാറ്റിയിട്ട് ഈ അറ്റത്തെ ആൾക്കാരെ പിടിച്ച് അഭ്യാസം കാണിക്കുന്നത് നിർത്തിയിട്ട് പൈസ ഉള്ളവരാണോ അവർക്ക് അത്യാവശ്യത്തിന് അവർക്ക് മാന്യമായിട്ട് ഉപയോഗിക്കാൻ അറിയാവുന്നവരാണോ എന്ന് ചെക്ക് ചെയ്താലും അത് പ്രശ്നം തീർന്നു. ഈ സാധനം ഇങ്ങനെ ഇത്ര സുലഭമാകുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാവാൻ പാടില്ലല്ലോ. അതില്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. ആ പ്രശ്നം ഇവരാരും മിണ്ടുന്നില്ലല്ലോ. ഒരുത്തനും അഡ്രസ് ചെയ്യാൻ മനുഷ്യ കുഞ്ഞു പോലും അത് എങ്ങനെ ഇതുണ്ടായി? എടോ ഇതിനൊക്കെ ലാബ് വേണം MDMA ഉണ്ടാക്കണമെങ്കിൽ. ഇതൊരു ക്ലിനിക്കൽ ഡ്രഗ് ആണ്, മനസ്സിലായില്ലേ? ഇത് അതുപോലത്തെ ഒരു ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്ന സാധനം ഈ പുറത്തു വന്നേക്കുന്നത് അല്ല. ആ കെമിക്കൽ കോമ്പോസിഷൻ പഠിച്ചെടുത്ത് ഒരു കെമിസ്ട്രി ഒരു മാനദണ്ഡവും ഇല്ലാതെ വെറുതെ അങ്ങ് ഉണ്ടാക്കും. നൈജീരിയെന്നും മറ്റിടന്ന് നോക്കാവുന്ന ആളിയന്മാർ ഇവിടെ വന്നിരുന്നിട്ട് അങ്ങ് സാധനം ഉണ്ടാക്കി വിടുകയാണ്. എന്തേലും ഗ്യാരണ്ടി ഉണ്ടോ അതിന്? ഇല്ലീഗൽ അത് അടിച്ചോണ്ടി അത്താണ്. നമുക്ക് എന്ത് ഉത്തരവാദിത്വം? നമുക്കൊരു ഉത്തരവാദിത്വം ഇല്ല. വേണം നിങ്ങൾ നോക്കിക്കോണോ? നല്ല പരിപാടി കേട്ടോ, സൂപ്പർ ആയിട്ടുണ്ട്. അടിക്കാതിരിക്കണം. അടിക്കാതിരുന്നോളം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉത്തരവാദിത്വം ഇല്ലീഗലാണല്ലോ. അപ്പൊ പിന്നെ എളുപ്പമാണല്ലോ. നമ്മൾ സൂസൈഡ് പോയിന്റ് എഴുതി വെച്ചിട്ട് ഒരുത്തും ചാടിയല്ലോ. അപ്പൊ പിന്നെ അവൻ ചാടുന്ന കണ്ട നമ്മൾ അവന്റെ മാനസികാരോഗ്യം അവൻ നോക്കണ്ടാണ്. നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. വായിക്കറിയാവുന്ന താത്തരാണെങ്കിലും ചിലപ്പോൾ നടന്നങ്ങ് പോകും. ഇരുട്ടാണെങ്കിലും വലിയ കാര്യമൊന്നുമില്ല. അവിടെ ലൈറ്റ് ഇട്ടിട്ടില്ല, അവൻ ചിലപ്പോൾ പോയി വീണെന്നൊക്കെ ഇരിക്കും. ഞങ്ങൾ പക്ഷെ പകൽ വരുമ്പോൾ എഴുതി വെച്ചിരുന്ന കണ്ടില്ലേ? പകല് വന്ന് നോക്കണോന്ന്, രാത്രി ഇതുവഴി വന്ന് നിങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുന്ന ലോജിക്കായി വർക്ക് ചെയ്യുന്നവരുണ്ട്. അവർക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല. ഇവിടുത്തെ ആരോഗ്യ സുരക്ഷാ വകുപ്പിന്റെ വീഴ്ച പറയാം. ഈ ആരോഗ്യ സുരക്ഷാ വകുപ്പ് ഇവിടുത്തെ മാനസികാരോഗ്യം എന്ന് പറയുന്ന സാധനത്തിനകത്ത് ഒരു ശ്രദ്ധയും കൊടുത്തിട്ടില്ല.
എവിടെ മെന്റൽ ഹെൽത്ത്? ഇവിടെ എല്ലാം ബാക്കിയുള്ള മറ്റേ ഡിസ്പെൻസറി ഒക്കെ തുറന്നു വെച്ചിട്ട് ഇവിടെ നിന്ന് വയറിളക്കത്തിനൊക്കെ ചികിത്സയുണ്ട്, നല്ലതാണ്, വളരെ നല്ലതാണ്. പക്ഷെ മെന്റൽ ഹെൽത്തിനുള്ള പരിപാടികൾ കാണട്ടെ. അതുപോലെ തന്നെ ഈ അഡിക്ഷൻ ഉണ്ടാക്കുന്നത്, ഈ പിള്ളേരൊക്കെ അടിക്കാൻ സാധ്യതയുള്ളവരും വയലന്റ് ആകാൻ സാധ്യതയുള്ളവരും സ്കൂളിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അല്ലാതെ ഇത് ഒരു സുപ്രഭാതത്തിൽ അങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ഉണ്ടാകുന്നില്ല. ചിലർക്ക് ഉണ്ടാകുന്നത് ശരിയാ, ഒരു പ്രായം കഴിയുമ്പോഴായിരിക്കും ഈ ഡിസോർഡേഴ്സ് ഒക്കെ പുറത്തോട്ട് കാണിക്കുന്നത്. എല്ലാം ട്രൈറ്റ്സ് ഉണ്ടാവും, എന്നാൽ പോലും ഇത് അറിയാൻ പറ്റും. അങ്ങനെയുള്ളവനെ പ്രത്യേകം ശ്രദ്ധിക്കണ്ടേ. അവൻ്റെ എങ്ങനെ MDMA കിട്ടിയത്, അവൻ്റെ എങ്ങനെ കഞ്ചാവ് അടിക്കാൻ പറ്റിയത്, എല്ലാം വേണ്ട. കള്ളുകൂടി തന്നെ മതി അവൻ അതടിക്കാൻ പാടില്ലാത്തവൻ, അവിടെ കള്ള ചെയ്യല. ഇവിടെ ഒരുപാട് നമുക്ക് അറിയുന്ന എത്രയോ കള്ളുകുടിയന്മാരുണ്ട്, ഭയങ്കര കുടിയന്മാരായിട്ട് കുടിച്ചു പോകും. ഫിസിക്കൽ അഡിക്ഷനും ഉണ്ട്, ഇപ്പോഴും കുടിച്ചോണ്ടിരിക്കുകയാണ്. എന്റെ ഒരു കൂട്ടുകാരൻ ഇപ്പോഴും കുടിച്ചോണ്ടിരിക്കുക, നിർത്താതെ കുടിച്ചോണ്ടിരിക്കുക. അത് നമുക്ക് പറയാനുള്ള പറ്റുള്ളൂ. അത് പറയണത് സാമാന്യം അറിയാലോ അല്ലെ, സാമാന്യ ബുദ്ധി ഉപയോഗിച്ചോടെ. അവൻ അത് നിർത്തിയില്ല, അവൻ്റെ പോക്ക. എന്നാ അവൻ നല്ലൊരു പയ്യനാണ്. എന്ത് ചെയ്യാൻ പറ്റും? കഷ്ടം. ഇതൊക്കെ ഇവിടുത്തെ അവസ്ഥ. അവന്റെ കാര്യം കഷ്ടമാണ്. എടേ, എനിക്ക് ഇങ്ങനെ ഒത്തിരി പേര് എനിക്കും അറിയാൻ കേട്ടോ, നല്ല മനുഷ്യനാണ്. പക്ഷെ എത്രയോ പേര് കള്ളുപിടിച്ച് നശിച്ച്. നിർത്താം. ഇവന്മാരോടൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇവന്മാരെ സംസാരിക്കുക അല്ലേ, അത്രയല്ലേ ഉള്ളൂ. കൊടുക്കാം, അത്രേ ഉള്ളൂ.